നമസ്കാരം. മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ട് കാണുമ്പോൾ ഇത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീൽ നിങ്ങൾക്ക് ഉണ്ടാവാം ആദ്യമായിട്ട് കാണുന്നവർക്ക്. മെയിനായിട്ട് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ളൊരു എൻട്രി, കൃത്യമായിട്ടുള്ളൊരു എക്സിറ്റ് അല്ലെങ്കിൽ ട്രെയിൽ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. എൻട്രി എക്സിറ്റിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു ചാർട്ട് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ ഏതിലും നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ഞാനൊരിക്കലും ഒരു ട്രേഡിങ് പഠിപ്പിക്കുന്ന വ്യക്തിയല്ല. ഞാൻ ഈ ഒരു ചാർട്ട് റീഡിങ് 2023 ജനുവരി മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ചാർട്ടാണ്. അപ്പോൾ ഈ ചാർട്ടിൻ്റെ ഒരുപാട് വീഡിയോസ്, ലൈവ് വീഡിയോസ്, വ്യൂ ഷെയർ ചെയ്യുന്നത്, അതിപ്പോൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫോറക്സ്, കൊമോഡിറ്റി, ക്രിപ്റ്റോ ഞാൻ ചെയ്തിട്ടില്ല. കൊമോഡിറ്റിയൊക്കെ ചെയ്യുന്നതിൻ്റെ വീഡിയോ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ ഈ ഒരു ചാർട്ടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോ കാണുക, അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ ഐ ബട്ടണിൽ ഞാൻ ഫോറക്സിൻ്റെയും കൊമോഡിറ്റിയുടെയൊക്കെ ആ ഒരു പ്ലേലിസ്റ്റും കൂടെ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് ആഡ് ചെയ്യാനായിട്ട് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ബേസിക് ഇൻഫർമേഷൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് നമ്മളുടെ പബ്ലിക് ടെലഗ്രാം ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിലും ഒന്ന് ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ഒന്ന് മൊത്തത്തിലൊന്ന് പരിശോധിച്ചതിന് ശേഷം ഈ ഒരു ചാർട്ട് റീഡിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള പൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ചാർട്ട് പഠിക്കാൻ എന്നെ വിളിക്കാവുന്നതാണ്. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, പ്രശ്നങ്ങളില്ല. അതേപോലെ തന്നെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ എന്നെ നേരിട്ട് വിളിക്കൂ എന്നുള്ളത് മാത്രമായിരിക്കും. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള മെസ്സേജസ് എൻ്റെ നിന്നും ഇല്ല. നേരിട്ട് വിളിച്ച് സംസാരിച്ചൊന്ന് പരിചയപ്പെടാതെ ഒരു പരിപാടിയും നടക്കുകയില്ല. കാരണം ഇപ്പോൾ എൻ്റെ ഒരു ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് പരിചയപ്പെടണ്ടേ അവർ എങ്ങനെ ഏതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോറക്സിൻ്റെ ഒരാൾ ലൈവിലേക്ക് റിക്വസ്റ്റ് തന്നിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് നിഫ്റ്റിയുടെ വ്യൂ പറഞ്ഞിട്ട് അദ്ദേഹത്തിനൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് വിളിക്കാൻ പറയണം. അവർ എത്ര വർഷമായി, അവരുടെ മെൻ്റലി അവരെങ്ങനെയാണ്, അപ്പോൾ അവർ ലോസ് താങ്ങുന്നവരാണോ അല്ലെങ്കിൽ നല്ല ധൈര്യമുള്ളവരാണോ, അവർ ഏതാണ് ചെയ്യുന്നത്, എത്ര നാളായി, കോഴ്സൊക്കെ പഠിച്ചിട്ടുള്ളതാണോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പരസ്പരം സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇന്നൊരു മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ആവും. അതിന് ഇത്ര സമയം വേണം. ഏകദേശം ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരു വർഷമായിട്ട് ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു ചെറിയൊരു അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. എങ്കിലും നേരിട്ട് വിളിച്ച് സംസാരിക്കുക. എന്തായാലും നമുക്ക് മണി 8:49 ആയിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നാളെ ലെക്കിന് കിട്ടിയാൽ, അതായത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒന്നെങ്കിൽ ഭയങ്കര ഡംപായിരിക്കും, ഇല്ലെങ്കിൽ ഭയങ്കര അപ്പായിരിക്കും. സാധാരണ നമ്മൾ പറയുന്നത് 3 ഡയറക്ഷനോ മാർക്കറ്റിലുള്ളൂ. കൺസോൾട്ടേഷൻ, പിന്നെ ഒരു ലോവും, പിന്നെ ഒരു ഹൈയിലേക്കുള്ള വൺ സൈഡ് മാർക്കറ്റ് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ എലക്ഷൻ്റെ ആ ഒരു ബേസിൽ ചിലപ്പോൾ ആ അപ്പ് എന്നുള്ളത് ചിലപ്പോൾ ഒരു മാസീവ് അപ്പൊക്കെ ആയേക്കാം. അല്ലെങ്കിൽ ലോ എന്ന് പറഞ്ഞത് ഒരു കണ്ടിന്യൂവേഷൻ കംപ്ലീറ്റ് വലിയ ലെങ്തി ക്യാനിലുള്ള റെഡുകളായേക്കാം. ഇല്ലെങ്കിൽ പക്ക കൺസോൾട്ടേഷൻ ആയിരിക്കാം. അപ്പോൾ അതിനൊക്കെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ആവശ്യമുള്ളത് 10 പോയിൻ്റാണ്. അത് നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റിൽ RSI 4 മണിക്കൂറിൽ ഡൗൺ സൈഡ് തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ബാക്കി നമ്മുടെ പ്രീ ഓപ്പൺ മാർക്കറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഉറപ്പിച്ച് മനസ്സിലാക്കി ചെയ്യാം എന്നുറപ്പുള്ളവർക്ക് ലൈവിലേക്കോ പഠിക്കാനോ നമ്മുടെ കൂട്ടത്തിൽ കൂടാ. അതിൽ നിങ്ങൾക്കൊരു വിശ്വാസം വേണം, നിങ്ങളൊരു കോൺഫിഡൻറ്റ് വേണം. പല കോഴ്സൊക്കെ പഠിച്ച് കാശൊക്കെ പോയിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ലോസ് വരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനായിട്ടുള്ളൂ, ട്രേഡിംഗ് ഈസ് എ ബിസിനസ്സാണ്. ആ ഒരു ബിസിനസ്സിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റാണ് ലോസും അതർ കോഴ്സസ് പഠിക്കാനുമുള്ള നിങ്ങളുടെ ഒരു ബിസിനസ്. അതായത് ഇപ്പോൾ നല്ലൊരു അതർ ബിസിനസ് തുടങ്ങിയ ഒരാൾക്ക് 10, 15, 25 ലക്ഷം രൂപ ലോസ് വന്ന ആൾക്കാർ പലരും വേറെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്.
അവർക്കപ്പോൾ അതിൻ്റെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ട്രേഡിങ്ങിൽ വരുമ്പോൾ ഒരു 10,000 കൊണ്ടിട്ട് അത് ലോസായി കഴിഞ്ഞാൽ അവിടെ കുറ്റം പറച്ചിലായി, ഇത് ഗ്യാംബ്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഇത് വെറുതെ തട്ടിപ്പാണ്, ശുദ്ധ വെട്ടിപ്പാണ്. എന്നാൽ അതൊന്നും മര്യാദക്ക് പഠിക്കാനായിട്ടുള്ള ടൈം അതിൽ കൊടുത്തോ? അതുമില്ല. അപ്പോൾ ഇതിൽ വരുന്ന ലോസും അതേപോലെ തന്നെ ഈ ഒരു ഗുണമില്ലാത്ത പല കോഴ്സുകളൊക്കെ പഠിക്കുന്നവരൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവരുടേതായിട്ടുള്ള പറച്ചിലാണ്. അതിനെപ്പറ്റിയൊന്നും പറയാനായിട്ട് ഞാൻ ആളല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ചാർട്ടാണ് എൻ്റെ ദൈവം എന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മറ്റുള്ളവരെ കോഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പഠിപ്പിക്കുന്നതിനെ പറ്റിയോ കോള് കൊടുക്കുന്നതിനെ പറ്റിയോ ടിപ്പിനെ പറ്റിയോ എനിക്ക് ഒന്നും അഭിപ്രായമില്ല, കാര്യങ്ങളുമില്ല. അതൊക്കെ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും താല്പര്യങ്ങളുമാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു കൊച്ചു ലോകമുണ്ട്. ആ ലോകത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ലോകത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമുക്ക് ലൈവിനേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് 9.7 ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് മുമ്പ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അപ്പാണ്, ഡൗൺ ആണ്, കൺസോൾട്ടേഷൻ ആണ്. ഈ 3 ഫേസേ ഉള്ളൂ മാർക്കറ്റിൽ. പക്ഷെ ഇന്നും നാളെയും മറ്റന്നാളും അതായത് തിങ്കൾ ചൊവ്വ ബുധനിൽ മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 100 points ഒക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ആ ബോക്സിൻ്റെ അകത്തേക്ക് വന്നിട്ടേ ഇല്ല മാർക്കറ്റ്. ഒരു ക്യാൻഡിലും ബോക്സിൻ്റെ അകത്ത് ക്ലോസ് ആയിട്ടില്ല. ഇത് 3 സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് 3 തവണ നടന്നേക്കണത്. 3 പേർക്ക് ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൽ ഓൾമോസ്റ്റ് നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ടായിട്ടുള്ളവരാണ് ഈ 3 സ്റ്റോപ്പ് ലോസിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പ്ലാൻ ചെയ്ത് ഇതിന് താഴത്തേക്കായിരുന്നു. അതാണ് ആ ലൈൻ അവിടെ കിടക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണ രീതിയിലുള്ള വൺ സൈഡ് മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് എന്നൊക്കെ പറയുമ്പോൾ 150, 200. പക്ഷേ ഇന്നത്തെ ഗ്യാപ്പ് അപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് 807 പോയിൻ്റാണ്. 807 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആ ഭാഗത്ത് പക്ക കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്കത് അനലൈസ് ചെയ്തെടുക്കാം. ഏത് ഭാഗത്ത് എങ്ങനെയാണ് മാർക്കറ്റ് കളിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഇല്ലെങ്കിൽ ലിക്വിഡിറ്റി, അതായത് ഈ DK, അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഗ്യാപ്പ് അപ്പ് വരുത്താൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നു പ്രീമിയം ഒക്കെ ഇത്രയും നല്ല രീതിയിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ഓപ്ഷൻ സെല്ലേഴ്സിന് നല്ല രീതിയിൽ ഗുണകരമാണ്. അൺലിമിറ്റഡ് ലോസ് പ്ലാൻ ചെയ്ത് 3 ദിവസം ചെറിയ ചെറിയ പ്രോഫിറ്റുകളൊക്കെ എടുത്ത് മാറാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ എപ്പോൾ എൻട്രി എടുത്താലും കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു 50-60 പോയിൻ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഹൈ വോൾട്ടാലിറ്റി നമ്മളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മാർക്കറ്റ് നിൽക്കുന്നത് 22,547 ഓൾമോസ്റ്റ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. 22,547, 46 കൂട്ടാം, 22,548 കൂട്ടാം, 47.95 അല്ലേ, പ്ലസ് 807.807 കൂട്ടാം. മാർക്കറ്റ് 23,355 മാർക്കറ്റ് നിൽക്കുന്നത്. 800 പോയിന്റ്. ഇരുപത്തി 23,337 കാണിക്കുന്നതെങ്കിലും നമ്മൾ 22,547 പ്ലസ് 807, 23,350 കൂട്ടാം. 23,350 ഇവിടം വരെ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഏകദേശം OI നമ്മുടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഒന്നും പോയാൽ പോരാ. 23,500 നല്ല രീതിയിൽ സെല്ലേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 24,000. അപ്പോൾ CE നല്ല രീതിയിൽ സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കിട്ടൊരു പണി കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 23,400 ഓൾമോസ്റ്റ് ഡണ്ണാണ്. അതിന് മേളിലോട്ട് പോയാലാണ് 23,500 മാർക്കറ്റ് പോകത്തുള്ളൂ. അതും ബ്രേക്ക് ചെയ്ത് നാളെ ഇലക്ഷൻ്റെയും കൂടെ പോയാൽ 24,000 മാർക്കറ്റ് പോകാം. പിന്നെ ഉള്ളത് അത്രയൊക്കെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു ലെവൽ അവിടെയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, മനസ്സിൽ വെക്കുക. ഇപ്പോൾ ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്തൊക്കെ വെക്കുക.
അപ്പോൾ ഇനി താഴത്തോട്ട് വന്നാൽ എവിടം വരെ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നെക്സ്റ്റ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഇലക്ഷൻ ആയത് കാരണം നമ്മളൊരു സ്പെഷ്യൽ കാൽക്കുലേഷനൊക്കെ നടത്തണം. ശരിയാവും ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു അപ്പിലേക്കാണ് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ മാക്സിമം എവിടം വരെ പോകാം എന്നുള്ള കാര്യം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ 22,547 പ്ലസ് 1062 23,600. നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 23,600 വരെ മാർക്കറ്റ് പോവാം. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് 23,500 വലിയ തെറ്റില്ലാത്തൊരു ഏരിയ. നമുക്ക് അവിടെയും ഒരു ലൈൻ മാറ്റി വെച്ചേക്കാം. 23,503 ലൈൻ. ഈ കറക്റ്റായിട്ട് ലൈൻ വരില്ല, അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ മനസ്സിലാക്കുക. 23,500 നമ്മൾ ഉദ്ദേശിച്ചേക്കണ ലൈൻ. അത് ഞാൻ ലോക്ക് ചെയ്തിട്ടേക്കാം. ഒരു കളറൊന്ന് മാറ്റി ലോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെയുള്ള മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ എന്ന് പറഞ്ഞാൽ 23,000 ആണ് മേജറായിട്ടുള്ള. അപ്പോൾ ഈ ഒരാഴ്ച ഈ ബോക്സിനകത്തായിരിക്കും മാർക്കറ്റ് മെജോറിറ്റി കളിക്കാനായിട്ടുള്ള ചാൻസ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ ഒരാഴ്ചത്തേക്കുള്ള കേസുകളാണ്. അപ്പോൾ അതിൽ ഇനി മാർക്കറ്റ് റിവേഴ്സ് വന്നാൽ എവിടം വരെ വന്ന് ഹിറ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ടെന്നാണ് നമ്മളിനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. അതിനും 22,547 പ്ലസ് ഒരു 572 എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 23,119 എന്തെങ്കിലും ഉണ്ടോ? കാണാതിരിക്കില്ല. 23,119 23,108 ഒരു സാധനം കിടപ്പുണ്ട്. 23,110 ഒരു സാധനം കിടപ്പുണ്ട്. അപ്പം എന്താക്കാം, അവിടെ നമുക്ക് വേറൊരു ലൈൻ വരച്ചിടാം. അതും നമുക്ക് ലോക്ക് ചെയ്യാം. ഓക്കെ. അപ്പം നമ്മളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ഒരു ലെവലിലേക്കായിരിക്കും. അതായത് ആദ്യത്തെ കുറച്ച് ടൈം ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കാം. 15 മിനിറ്റ്സിൽ RSI ഓൾറെഡി ഡൗൺ സൈഡിലേക്ക് ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് വീണാൽ 23,110 ടച്ച് ചെയ്താലും 23,119 സ്റ്റേ ചെയ്ത് നിൽക്കാനായിട്ടുള്ള ചാൻസ്. നിലവിലുള്ള ഈ ഒരു ഭാഗം, അതായത് 23,350 എന്നുള്ള ഭാഗം നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ഫേസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ മുകളിലോട്ട് പോയാൽ 23,500, താഴത്തോട്ട് വീണാൽ 23,110 മാർക്കറ്റിൻ്റെ ഫാള്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ മാർക്ക് ചെയ്ത അതേ സ്ഥലത്താണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. അഞ്ച് മിനിറ്റിലേക്കൊന്ന് മാറ്റാം. 5 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ്. നമ്മൾ പറഞ്ഞത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കാൻ 21,110 എന്താ അല്ലേ? അവിടെ നിന്നും താഴത്തോട്ട് വന്നാൽ 23,080. 23,080 വന്ന് നിൽക്കുന്നത്. ആ നമ്മൾ പറഞ്ഞ പർട്ടിക്കുലർ ലെവലിലാണ് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. RSI 5 മിനിറ്റിൽ സ്റ്റിൽ അപ്പർ സൈഡ് ആണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്, മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഡൗണിലേക്കോ അല്ലെങ്കിൽ അപ്പിലേക്കോ, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രീ ഓപ്പൺ മാർക്കറ്റ് അനലൈസ് ആയിരുന്നു. ഡൗണിലേക്കോ അപ്പിലേക്കോ എന്തായാലും മാർക്കറ്റ് പോകും. ബ്ലൂ ലൈൻ ബ്രേക്ക് ചെയ്ത് അപ്പ്, ഇല്ലാന്നുണ്ടെങ്കിൽ താഴത്ത് യെല്ലോ ലൈനിലേക്ക് സപ്പോർട്ട് എടുക്കാനായിട്ട് വരും എന്ന് നമ്മൾ പറഞ്ഞത്. 23,119 ഭാഗത്തേക്ക് സപ്പോർട്ട് എടുക്കാൻ വരും എന്നാണ് നമ്മൾ പറഞ്ഞത്. വന്ന് സപ്പോർട്ട് 23,080 സപ്പോർട്ട് എടുത്തിട്ട് അതേപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി പോകുന്നു. ഇനി അതൊന്ന് സ്റ്റേബിൾ ആവട്ടെ. 23,224 കൺസോൾട്ടേഷൻ സോണാണ്. ഇനി നമുക്ക് ആദ്യത്തെ
ഇൻഡെക്സ് വെച്ചിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. നമ്മൾ സാധാരണ ഈ സമയത്ത് തന്നെ സ്ട്രൈക്കൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ നടത്താറുള്ളതാണ്. പക്ഷെ നമ്മൾ ഇന്ന് സ്ട്രൈക്ക് എടുത്തില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാനിങ് ആയിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ സ്ട്രൈക്ക് എടുക്കാതിരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഡൗണിലേക്ക് വന്നു. നമ്മൾ പറഞ്ഞ കറക്റ്റ് ഭാഗത്ത് ഓപ്പൺ ചെയ്ത് തന്നെ അറ്റ് എ ടൈമിൽ നമ്മൾ മുമ്പ് പലതവണ ഇങ്ങനെ ട്രേഡ് എടുത്തിട്ടുണ്ട്. 9:15 മാർക്കറ്റ് ഓപ്പൺ ആയപ്പോൾ തന്നെ നമ്മൾ ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ ഒരു പാറ്റേൺ ആണ് ഇന്ന് ഇവിടെ. 9:15 നമ്മൾ പ്രീ പ്ലാൻ തയ്യാറാക്കി നമ്മൾ വരച്ച ലൈൻ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒരു ഇഞ്ച് മാർക്കറ്റ് പോയിട്ടില്ല. ഇനി ഇവിടെ കൺസോൾട്ടേഷൻ ആയിരിക്കും ഈ ഒരു ഭാഗത്ത്. ഇനി നമുക്ക് പിയുടെ ചാർട്ട് എടുത്ത് നോക്കാം. ഇപ്പോൾ താഴത്ത് യെല്ലോ ലൈനൊക്കെ ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അതൊക്കെ അതിൻ്റെ രീതിയിലേക്ക് വരട്ടെ. ഇത്തിരി മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത് 23,000 സ്ട്രൈക്ക് 438 അതാണ് മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. പിയുടെ കേസിലാണെങ്കിൽ ഒരു മനുഷ്യർ പിയിലേക്ക് പോകുന്നില്ല. എല്ലാവരും സിയിലാണ് പിടിച്ച് നിൽക്കുന്നത്. സി തകർക്കും എന്നും പറഞ്ഞ് പിടിച്ച് നിൽക്കുക. ഒരാളും പിയിലേക്ക് വരുന്നില്ല. പക്ഷേ നമ്മൾ പിയിലാണ് പിടിച്ചു നിന്നത്. അപ്പോൾ പിയിൽ അടുത്ത മൂവ്മെൻറ്റ് വരാനുള്ളത് 350 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 360 360 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അതെ, ഇവിടുത്തെ ഈ ഒരു മൂവ്മെൻറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി 340 ബ്രേക്ക് ചെയ്താൽ 360 360 ബ്രേക്ക് ചെയ്താൽ എങ്ങോട്ടാ? ഈ ഒരു ലെവലിലേക്ക് യെല്ലോ ലൈനൊക്കെ പൊക്കത്ത് നിൽക്കും. അപ്പോൾ ഞാനിവിടെ ആവറേജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരെണ്ണം അങ്ങ് ബൈ ചെയ്തിട്ടേക്കാണ്. $340 ബ്രേക്ക് ചെയ്താൽ 360 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 360 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 377 377 ബ്രേക്ക് ചെയ്താൽ 697 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇവിടെ 385 ഒരു സപ്പോർട്ട് ലെവൽ എടുക്കാനായിട്ടുള്ള ശ്രമമാണ്. ആ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 266 മാർക്കറ്റ് ഫാൾ ആവും. പിന്നെ എപ്പോഴാണ് സിയിലൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 501 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 560 മൂവ് ചെയ്യണത്. 501 ബ്രേക്ക് ചെയ്താൽ സി ഓപ്പൺ അല്ല സോറി കേട്ടോ 501 ബ്രേക്ക് ചെയ്താൽ 560 ഇവിടെ കാരണം പിയിൽ 280 വൈറ്റ് ഈ ഒരു ലൈനിലേക്ക് മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് വന്നിട്ടായിരിക്കും തിരിച്ച് കയറി പോണത്. അല്ലാന്നുണ്ടെങ്കിൽ പിയിൽ മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ 340 ബ്രേക്ക് ചെയ്താൽ 353 53 ബ്രേക്ക് ചെയ്താൽ 379 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അറ്റ്ലീസ്റ്റ് ഒരു 349 339 വരെയെങ്കിലും വരണ്ടേ. നമ്മുടെ ഒരു സപ്പോർട്ട് സിയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. നിലവിൽ 340 കൂടെ ഒന്നങ്ങ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 350 മൂവ് ചെയ്യണത്. അപ്പോൾ വീഡിയോ ഓൺ ചെയ്യാം. അതായത് സിയിൽ ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്താൽ ഒരു 470 ബ്രേക്ക് ചെയ്താൽ ഒരു 501 560 കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അതുവരെ നമ്മുടെ കോൺസെൻട്രേഷൻ പിയിലായിരിക്കും.
350ലേക്ക് എക്സ്പാൻഷനായി നിൽപ്പുണ്ട്. ആ 339.91 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 350ലേക്ക് പോകത്തുള്ളൂ. 308, 341, 349, 345, 348, 349, 350 ബ്രേക്ക് ചെയ്താൽ പിന്നെ ചെറിയൊരു ടിപ്പ് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 379ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 350 നമ്മളുടെ ആദ്യത്തെ ടാർഗറ്റ്. 349 നമ്മൾ പറഞ്ഞത്. ബട്ട് ഓൾമോസ്റ്റ് ഒരു 350ലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഈ ലോ ബ്രേക്ക് ചെയ്ത് ഇങ്ങ് വരുന്നതനുസരിച്ചിട്ട് ഇത് മഞ്ഞ ലൈനിലേക്ക് മുട്ടണം. മഞ്ഞ ലൈനിലേക്ക് മുട്ടുവാണെങ്കിൽ അതിൽ ആദ്യത്തെ സപ്പോർട്ട് 351 ആണ്. നെക്സ്റ്റ് സപ്പോർട്ട് എനിക്ക് തോന്നുന്നത് 284 വരെ. ഇവിടെ ഈ വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വരുന്നത്. അത് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ യെല്ലോ ലൈനിലേക്ക് ടച്ച് ചെയ്യും. അപ്പോൾ 360 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഇത് ഞാൻ ആവറേജിങ് ആണ്. അതർവൈസ് 355 എൻ്റേതായിട്ടുള്ള പരിപാടി ഓൾമോസ്റ്റ് ഡൺ ആണ്. ഇനി അത് ഇതിൻ്റെ ഹൈ അഗെയിൻ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് എന്താ 382ലേക്ക്. ഇത് ഡോജി ക്യാൻഡിൽ ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഒറ്റയടിക്കായിരിക്കും 380ലേക്ക് മാർക്കറ്റ് പോകണേ. കാരണം ഇവിടെ ഈ യെല്ലോ ലൈൻ ടച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഈ സ്ട്രഗിൾ വരുന്നത്. 958, 982 ഒറ്റടിക്കൊരു പോക്ക്. ഓൾമോസ്റ്റ് ഡൺ ആണ്. പിന്നെ ഇതൊരെണ്ണം അവിടെ നമ്മളങ്ങനെ ആവറേജിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനിടയ്ക്ക് നമ്മളുടെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. RSI സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് കാണിക്കണത്. എന്താണെന്ന് വെച്ചാൽ സീല് മൂവ്മെൻറ്റ് എന്തായാലും വരണം. ഒരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീലാണ്. ഇത് ഞാൻ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ച് ഇതൊരെണ്ണം ഞാൻ ഇട്ട് വെച്ചേക്കാണ്. ഇത് കോസ്റ്റ് ടു കോസ്റ്റ് ആയി കഴിഞ്ഞാൽ സെല്ല് ചെയ്യും. ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ്. ഇത് കോസ്റ്റ് ടു കോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ സ്ട്രൈക്ക് തൽക്കാലം ഉപേക്ഷിക്കാം. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ 1 മണിക്കൂറിൻ്റെ മൂവ്മെൻറ്റിൽ എന്താണ് RSI അപ്പിലേക്ക് നിൽക്കുകയാണ്. ഇത് കറക്റ്റായിട്ടൊരു സപ്പോർട്ട് എടുത്താണ് നിൽക്കുന്നത്. പി ഇവിടെ നിന്ന് ലോവിലേക്ക് വന്നാൽ 23,010ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി. പക്ക സപ്പോർട്ടാണ് മാർക്കറ്റ് എടുത്തിരിക്കുന്നത്. RSI ഇവിടെ നിന്ന് തിരിയാം. അപ്പോൾ നെക്സ്റ്റ് 1 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ ഒരു ലോ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് വരും. അപ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ആദ്യത്തെ മൂവ്മെൻറ്റ് 1 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ മാർക്കറ്റ് അതിൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ 30 മിനിറ്റിൽ ഡൗൺ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഒറ്റയടിക്ക് ഇത് താഴത്തോട്ട് വന്നാൽ ഇവിടെ സപ്പോർട്ടായി കഴിഞ്ഞാൽ ഇത് 381. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു സഡൻ മൂവ് ഇപ്പോൾ ഉണ്ടാവും മാർക്കറ്റിൽ. ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഇപ്പോൾ എന്തായാലും ഉണ്ടാവും. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങോ, കാരണം സീല് 521 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പം അതിനിടയ്ക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വന്നിട്ടാണോ തിരിച്ചു പോകണമെന്നുള്ള ഡൗട്ടിൽ ആലോചിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ 786 ഞാൻ അതിൻ്റെ പരിപാടി അവിടെ പര്യവസാനിപ്പിക്കുന്നു. കാരണം ഒറ്റയടിക്ക് മേളിലോട്ടോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഡംബോ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാനവിടെ പരീക്ഷണത്തിന് നിൽക്കാത്തതുകൊണ്ടാണ് ഞാനവിടെ സേഫായത്. ചാൻസസ് കൂടുതലും പി തന്നെയാണ്. ഈ ഭാഗത്തേക്കാണ് 379. അപ്പം അതിനിടയ്ക്ക് ഇവിടെ ഒരു വൈറ്റ് ലൈൻ ടച്ച് ചെയ്യാനുണ്ട് 300. അപ്പോൾ ഒരു സഡൻ ഡംബ് വന്നാൽ കിട്ടിയതൊക്കെ കൂടെ പോകും.
അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു ഒറ്റ അപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാധനം 517ലേക്ക് പറക്കും, ഇല്ലെങ്കിൽ ഡൗൺ ആയാൽ 297ലേക്ക്. ഇപ്പോൾ രണ്ടും സിയും പി ആണെങ്കിലും ഒരു 10 പോയിന്റ് രണ്ടും എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാലും കുഴപ്പമില്ല. ഒരെണ്ണത്തിലൊരു 30-50 പോയിന്റ് മാർക്കറ്റിൽ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു മാർക്കറ്റ് പതുങ്ങി നിൽക്കണമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും അവിടെ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നോക്കിയേ, നമ്മൾ അവിടെ ആ തീരുമാനം നമ്മുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കി എടുത്തത് കൊണ്ടാണ് അത്രയെങ്കിലും താഴത്തോട്ട് മാർക്കറ്റ് നമുക്ക് ലോസ് കുറയ്ക്കാനായിട്ട് പറ്റിയത്. പക്ഷെ അതൊരു അത്ര വലിയ ഡൗൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ 310ലേക്ക് ഫാളാവും. 310ലേക്ക് ഫാളാവുമ്പോൾ സി എന്ത് പറ്റും, 514ലേക്ക് ചെല്ലും. ഉണ്ടോ, പി ഞാൻ പറഞ്ഞത് ഒരു ഫാള് നല്ല രീതിയിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ നിൽക്കുന്നത് അത്ര വലിയ ബുദ്ധിയല്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളവിടെ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ പന്തിയല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നോക്കിയാൽ മാർക്കറ്റ് അത്രയും പ്രോഫിറ്റ് അതിൻ്റെ ഓപ്പൺ ക്യാൻഡിൽ, അതായത് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഓൾറെഡി മാർക്കറ്റിൽ. അപ്പോൾ ഇത് അത്ര വലിയ ഡമ്പൊന്നും അല്ല, ഇതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം രണ്ടാമത്തെ കേസ് ഇവിടെ RSI വീണ്ടും താഴത്തോട്ട് വന്നു, റീകർവ് ആയിട്ടില്ല. ഫസ്റ്റ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, സെക്കൻഡ് സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്താലാണ് 300ലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കാരണം അത് അത്ര വലിയ ഡൗൺ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ടെൻഷൻ അടിക്കണ്ടല്ലോ, വെറുതെ മാർക്കറ്റും വെച്ചുകൊണ്ടിരുന്ന് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പന്തുകേടല്ല എന്ന് മനസ്സിലാക്കി നമ്മളവിടെ കിറ്റ് ചെയ്ത്. കാരണം ഇവിടെ 510 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ബോധം മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഓപ്പൺ എത്രയാ, 380. മാർക്കറ്റ് നിൽക്കുന്നത് എത്രയാ, 402ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ നല്ല ഒരു സ്ട്രഗിൾ വരും. കാരണം ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ചെറിയൊരു റിവേഴ്സ് ആവുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് 370 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 380ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡംപായി താഴത്തോട്ട് വരും. അപ്പോൾ ഞാനവിടെ എന്താണ് എൻ്റെ പ്ലാനിങ് എന്തായിരുന്നു എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് സ്ഥിരം വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഞാനിത് പന്തിയാണെന്നുള്ള തോന്നൽ വന്നതുകൊണ്ട് ഞാനത് ക്വിറ്റ് ചെയ്തു. ഇവിടെ കോസ്റ്റ് ടു കോസ്റ്റിൽ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓപ്പോസിറ്റ് പ്ലാൻ ചെയ്തു, ഈ കൺസോൾട്ടേഷന് പ്ലാൻ ചെയ്തു. അപ്പം അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതെയൊക്കെ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കണ്ട. ഈവൻ ഇത് കോസ്റ്റ് ടു കോസ്റ്റ് ആണെങ്കിലും 2 പോയിൻറ്റോ ഈവൻ 10-20 പോയിൻറ്റിൻ്റെ അടുത്താണ് അവിടെ മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് അടുത്തത് ഈ ഒരു വൈറ്റ് ഡോട്ടാണ്. ആ വൈറ്റ് ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇനി 490 506 ആണ്. കാരണം ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് പൊസിഷനിലാണ് RSI കയറി നിൽക്കുന്നത്, അതായത് വൈറ്റ് ലൈനിൽ. അപ്പം മേളിലോട്ട് സി കുതിക്കണമെന്നുണ്ടെങ്കിൽ താഴത്തോട്ട് വന്നാലും നമുക്ക് കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കാനേ ചാൻസ് ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിയുടെ ടാർഗറ്റ് എവിടെയാ, ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, അതായത് 9-19 ക്യാൻഡിലിൻ്റെ ഓപ്പൺ 430.70, ഹൈ 430.70. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് എന്തായാലും മാർക്കറ്റ് വരാനൊക്കെ ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് സ്ഥിരം കാണുന്നതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ഇപ്പോൾ സിയിലും ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ്. കാരണം ഇതിൻ്റെ ഓപ്പൺ 380 ആണ്, 382 തൊട്ട് 410 വരെയും. അപ്പോൾ അവിടെ പന്തിയാണെന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ് നമ്മൾ പി അവിടെ ക്വിറ്റ് ചെയ്തത്. എന്നിട്ട് ഇതൊരു ഡോജി ക്യാൻഡിലാണ്. ഈ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തോട്ട് വരുള്ളൂ. അതർവൈസ് ഇതിൻ്റെ ഹൈ എന്ന് പറയണത് 430.70 ആയിരിക്കും. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ റെഡും ഗ്രീനും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് താഴത്തോട്ട് നല്ല ഫാള് വരും. ആ ഫാള് വന്നാൽ യെല്ലോ ലൈനിലേക്ക് ടച്ച് ചെയ്യും. അല്ലാത്തടത്തോളം കാലം ഇതിൻ്റെ ലോ എത്രയാണ്, 393.15. അപ്പോൾ 393-ൽ 90-ൽ ലോക്ക് ചെയ്തിട്ടാലും നമുക്ക് ലോസ് ഇല്ല. കാരണം ഇതിൻ്റെ എൻട്രിയിൽ നിന്ന് മേളിലോട്ട് പോയാലും ആൾമോസ്റ്റ് ഒരു 10 പോയിൻറ്റ് പ്രോഫിറ്റബിളാണ്. ഒന്നെങ്കിൽ 10 പോയിൻറ്റ് ലോസ്, അല്ലാന്നുണ്ടെങ്കിൽ 480-യോ 520-യോ ടാർഗറ്റ്.
അതിൽ ഫസ്റ്റത്തെ എക്സിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 430. ഇവിടെ 10 പോയിന്റ് കിട്ടിയാലും നമുക്ക് നഷ്ടമൊന്നുമില്ല. അതവിടെ അതിൽ ഹാപ്പി ആയിട്ടിരിക്കും. ഒന്നെങ്കിൽ 10 പോയിന്റ് കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇറങ്ങണം, അല്ലാന്നുണ്ടെങ്കിൽ 470 ഇറങ്ങാം. അതും മേലെ 480 ഉള്ളൂ. അതാണ് നമ്മൾ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ. കാരണം ഇതൊരു ഡോജി ക്യാൻഡിൽ പോലെ വന്നിരിക്കുന്ന ക്യാൻഡിലാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് 470 വരെ പോകണമെന്നുള്ളതാണ് ചാക്കോ മാഷിൻ്റെ കണക്കിലുള്ളത്. ബാക്കി നമുക്ക് നോക്കാം. ഒരു പാത്തിലേക്ക്, ഹൈവേയിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. നേരെ മറിച്ച് പിയിലാണെങ്കിൽ 360 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റടിക്കായിരിക്കും 380 കിട്ടുന്നത്. ബാക്കിയൊക്കെ കണക്കിലെ കണികളും ഇന്നത്തെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വളരെ സെക്യൂർ ആയിരിക്കണം. ചിലപ്പോൾ ഓപ്പോസിറ്റൊക്കെ നല്ല അടിയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്നിക്കലി ചിലപ്പോൾ വലിയ പ്രാധാന്യങ്ങളൊന്നും കിട്ടത്തില്ല. കൺസോൾട്ടേഷൻ സോണാണ്. RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. പിയിലേക്ക് RSI അനുകൂലമായിട്ട് ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ 349 ബ്രേക്ക് ചെയ്താൽ 360, 60 ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് പോകും, 380 പോകും. ഇവിടെ നമ്മൾ എൻട്രി എടുത്തത് 10 പോയിന്റ് കയറ്റി ലോക്ക് ചെയ്ത് അങ്ങ് ഇട്ടേക്കുക. നെക്സ്റ്റ് ക്യാൻഡിൽ അറിയാം അടുത്ത മൂവ്മെൻറ്റ്. അപ്പോൾ RSIയിൽ എന്ത് പറ്റി? ഇവിടെ ക്രോസ് ഓവർ ആയി. അപ്പോൾ നമുക്ക് മനസ്സിലായി അത് ഡൗണിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് അവിടെ ലോക്ക് ചെയ്തു. ദെൻ ഓപ്പോസിറ്റ് ഇതൊരു സപ്പോർട്ട് സോണാണെന്ന് മനസ്സിലായി. ഇവിടെ ഒരു മടക്ക് വന്നു. അപ്പോൾ അവിടെ എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടാലും എന്തായി? 349. 349 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റ അടിക്കായിരിക്കും 360, 378 പോകുന്നു. കാരണം ഇവിടെ 384 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഒരൊറ്റടി 360 324 മാർക്കറ്റ് ഫാൾ ആവണം. നല്ല കൺസോൾട്ടേഷനാണ്. അപ്പോൾ അവിടെ സ്കാൽപ്പിങ്ങേ നമുക്ക് മെജോറിറ്റി ചാൻസ് ഉള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലത്ത് മാക്സിമം എൻട്രി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് അല്ലെങ്കിൽ ചെറിയ പോയിന്റുകളൊക്കെ എടുത്ത് മാറണം. നമ്മൾ പറഞ്ഞത് ഗ്രീൻ റെഡ് ഇങ്ങനെ മാറി മാറി വരും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ താഴത്തോട്ട് തന്നെയാണ് ക്രോസ് ഓവർ. അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണെങ്കിൽ ഒരു പോയിന്റെങ്കിൽ ഒരു പോയിന്റ് നമുക്ക് അത് മതി. നമുക്കിത് ഹയർ ടൈം ഫ്രെയിമിലേക്കൊന്ന് മാറ്റാം. ഓക്കെ, ഇനി ഒരു ലോങ് ഡ്രൈവിനേക്കുള്ള പരിപാടി നോക്കാം. 5 മിനിറ്റിൽ സ്റ്റിൽ എന്താണ്? RSI താഴത്തോട്ടാണ് 5 മിനിറ്റിൽ. ഇവിടെ RSI മേളിലോട്ടാണ്. ഇനി RSI ഇവിടെ ഈ 5 മിനിറ്റിൻ്റെ ക്രോസ് ഓവർ ആവാതെ നമുക്കൊരു പരിപാടി അടുത്തത് നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. കാരണം ഈ ഒരു മഞ്ഞ ലൈൻ മുട്ടണം, അതുവരെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയിരിക്കും. നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്ത പടി ആദ്യത്തെ 1 മണിക്കൂറൊന്ന് കഴിയട്ടെ. അടുത്ത രണ്ടാമത്തെ 1 മണിക്കൂറിൻ്റെ ക്യാൻഡിൽ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ആവുന്ന അനുസരിച്ചിട്ടായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. 9:35 ആയിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്തു, താഴത്ത് നമ്മളൊരു വര വരച്ചു, അവിടെ വന്ന് സപ്പോർട്ട് എടുക്കാം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അകത്താണ് മാർക്കറ്റ് ഇന്ന് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് ആദ്യത്തെ മൂവ്മെൻറ്റ് കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടായിരിക്കും മൂവ്മെൻറ്റ് എന്നാണ് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തത്. ഇവിടെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മാർക്കറ്റ് നിൽക്കുകയാണ്. ഒരു ക്രോസ് ഓവർ വരാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ക്രോസ് ഓവർ മേളിലോട്ടാണോ താഴത്തോട്ടാണോ എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്ത് മാറ്റിയത്. ഹയർ ടൈം ഫ്രെയിമിൽ RSI അപ്പർ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. 1, 2, 3, 5 മിനിറ്റിൻ്റെ 4 ക്യാൻഡിൽ കൺസോൾട്ടേഷൻ സോണിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ പിയിൽ 358 അല്ലെങ്കിൽ ഒരു 370 പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ഒരു ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 369.55 ആണ്. അപ്പോൾ 370 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 405 ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടും. നേരെ മറിച്ച് സിയിലാണെന്നുണ്ടെങ്കിൽ 430 ബ്രേക്ക് ചെയ്താൽ 490 മൂവ്മെൻറ്റ് കിട്ടും. അതുമാത്രമാണ് ഇനി ഒരു സേഫ്റ്റി മൂവ്മെൻറ്റ് എന്നുള്ളത്. നമുക്കതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ ഡി കെയുടെ സമയമാണ്. കാരണം കൺസോൾട്ടേഷനിൽ 5 മിനിറ്റിൽ സിയിലും റെഡാണ്, പിയിലും ചെറിയ റെഡൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി സേഫ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പാണ്. നമുക്ക് ഈ മെൽറ്റിങ് കൂടുതലായത് കാരണം വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. 370 to 405 ഈസി ആയിട്ട് 35 പോയിൻറ്റ്സ് കിട്ടും. അല്ലെങ്കിൽ 357 ബ്രേക്ക് ചെയ്താൽ ഒരു മൂവ്മെൻറ്റ് ചെറുതായിട്ട് കിട്ടും. സിയിലും മാർക്കറ്റ് ഡൗണിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സപ്പോർട്ട് എടുക്കാനായിട്ട് വരികയാണ്. ഇവിടെ ഒരു മൂവ്മെൻറ്റ് സേഫായിട്ട് കിട്ടണമെങ്കിൽ എത്ര കഴിയണം? 427 ബ്രേക്ക് ചെയ്താൽ 525 മൂവ്മെൻറ്റ് കിട്ടും. സ്റ്റിൽ RSI സിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. സിയിലേക്കാണ് ഇവിടെ ക്രോസോ ഒരു സ്മെല്ലടിക്കാതെ നമുക്ക് പിയിലേക്ക് 5 മിനിറ്റിൽ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ രണ്ടാമത്തെ കേസ് ഈ യെല്ലോ ലൈൻ താഴത്തുണ്ട്, അവിടെ ഒന്നും ടച്ച് ചെയ്യാതെ മാർക്കറ്റിൽ ഇനി ഒരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവത്തില്ല. ഇതിന് പുറത്തേക്ക് വന്നിട്ട് ആവറേജ് ചെയ്യാം. അല്ലെങ്കിൽ പിയിൽ 300 വന്ന് ടച്ച് ചെയ്യുന്ന അറ്റ് എ ടൈമിൽ ഒരു എൻട്രി കിട്ടിയാൽ അവിടെ നിന്നൊരു 5 പോയിൻറ്റിൻ്റെ റിവേഴ്സൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും റെഡാണ്, മെൽറ്റിംഗ് ആണ്. ഈ പ്രീമിയം ഇന്ന് നല്ല രീതിയിൽ കൂട്ടിയിട്ടേക്കണതിൻ്റെ ഉദ്ദേശം തന്നെ കൺസോൾട്ടേഷനിൽ മെൽറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി വെയിറ്റ് ചെയ്തിട്ടൊക്കെ എൻട്രി എടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ അടുത്ത മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി 365 ഡൗൺ ആയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച ആ ലെവലെന്ന് പറയണ ഇവിടെ തന്നെ ആണ്. 332 മേളിലോട്ട് പോകണം. -315 താഴത്തേക്ക് ഒരു മടക്ക് പോലെയൊക്കെ വരുന്നുണ്ട്. നമ്മൾ സേഫായിട്ടുള്ള കളി മാത്രം കളിച്ചാൽ മതി. രണ്ടിലും റെഡാണ്. പിന്നെ വെറുതെ നമ്മൾ എടുത്തു വെച്ചിട്ട് പിയിലും റെഡാണ്, സിയിലും റെഡാണ്. ഇത്രയും പൈസ കയറ്റിയിട്ടപ്പോഴേ നമ്മൾ ആലോചിച്ച ഇത് വെറുതെ പണിമുടക്കാണ്, വെറുതെ ധൃതി പിടിച്ച് എൻട്രി ഒന്നും എടുക്കണ്ട എന്നുള്ള തീരുമാനം നമുക്കുണ്ടായിരുന്നതാണ്. ഓൾറെഡി നമ്മൾ നമ്മളുടേതായിട്ടുള്ള പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഡണ്ണാക്കി വെച്ചിരിക്കുകയാണ്. ഇനി പറഞ്ഞ പോലെ 298 ടച്ച് ചെയ്താൽ 309 സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാം എന്നുണ്ട്. നല്ലതൊന്നും കാണുന്നില്ല കേട്ടോ. 223,000 218 സ്ട്രൈക്ക് 317 നിൽക്കുന്നത്. 32,000 23,000 സി. ആ 300 ടച്ച് ചെയ്ത സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത് അവിടെ നിന്നൊരു എൻട്രി എടുക്കാമായിരുന്നു. മുട്ടിയ സ്ഥലത്തുനിന്ന് ഉള്ള റിവേഴ്സലാണ് ഈ കാണുന്നത്. മിസ്സായിപ്പോയി. അതിനിടയ്ക്ക് സ്ട്രൈക്ക് നോക്കാൻ പോയതാ പണിയായത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് 300 പ്രതീക്ഷിച്ചത്, പക്ഷെ അവിടെ നിന്ന് മുമ്പേ മാർക്കറ്റ് റിവേഴ്സായി. ഒരു എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്ത് വെച്ചതാ. $306 തൊട്ട് 328 വരെ 20 പോയിന്റ് കണ്ണിക്കൂടെ പോയി. ഞാൻ 298 305 ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രി എടുക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ലോ എത്ര വരെ വന്നു? 306.50 വരെ വന്നുള്ളൂ. ചെറിയൊരു വ്യത്യാസത്തിൽ മിസ്സായിപ്പോയി. അപ്പോൾ ദൈവം വിചാരിച്ച് കാണും ആൾറെഡി പ്രോഫിറ്റബിൾ അല്ലേ, പിന്നെ എന്തിനാണ് ഇനി എന്ന് വിചാരിച്ചിട്ടാണ് 310 അല്ലെങ്കിൽ ഈ ഭാഗത്തോ കൊണ്ട് തരാഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് ഒരു എൻട്രി നമ്മൾ പറഞ്ഞതാണ്, ഇവിടെ നിന്ന് വരും, ഇവിടെ ടച്ച് ചെയ്തിട്ട് ഒരു റിവേഴ്സ് ആവും. പക്ഷേ ഒരു 2-3 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് അത് റിവേഴ്സ് ചെയ്തത്. നമ്മൾ വെയിറ്റ് ചെയ്ത് ഇരുന്നതാണ്, പക്ഷേ അവിടെ ഗുണം ഉണ്ടായില്ല. അതായത് ഇന്ന് കാഴ്ചക്കാരനായിട്ട് ഇരുന്നാൽ മതി എന്നുള്ള തീരുമാനം ഉള്ളതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത് ഈസി ആയിട്ട് അവിടെ നിന്ന് വെയിറ്റ് ചെയ്തതാണ്. അത് ഇതിൻ്റെ ടോപ്പ് എഡ്ജ് വരെ വരണം, 403 വരെ വരണം. ഇത് കണ്ടിന്യൂസ് ഫാളായി കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ യെല്ലോ ലൈൻ പതുക്കെ മൂവ് ചെയ്ത് ഈ ഒരു വയലറ്റ് ലൈനിൻ്റെ ടേപ്പർ ലൈനിലേക്ക് വരും. അപ്പോൾ ആ സമയത്ത് ഇത് ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്യാനിൽ ബ്രേക്ക് ഔട്ട് ആയാൽ താഴത്തേക്ക് വന്നാൽ 300 അല്ലെങ്കിൽ 279 ഒരു സപ്പോർട്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത ഗ്യാപ്പ് ഫില്ലിങ്ങിന് താഴത്തോട്ട് വരും. അതേപോലെ അടുത്ത ക്യാൻഡിലിൻ്റെ ഒരു ലോ ഫ്ലെയിം ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
രണ്ടാമത്തെ കേസ് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തോട്ട് മുട്ടത്തില്ല. അപ്പോൾ ഞാൻ ആ ലൈൻ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും മാർക്കറ്റ് താഴത്തോട്ട് ഫാളോ ആവട്ടെ. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് സോണാണ്. അത് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് 23074 അതും കൂടെ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ലൈൻ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും സാധനം താഴത്തോട്ട് വരട്ടെ. അപ്പോൾ ഓൾമോസ്റ്റ് അടുത്ത നമ്മളുടെ മൂവ്മെൻറ്റും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തിരി ഡിലേ ആണെങ്കിലും കുറച്ച് പോയിന്റ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഒരു മഞ്ഞ ലൈൻ അല്ല യെല്ലോ ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അവിടെ വന്ന് റിജക്ഷൻ ആവണേന്നല്ലാതെ ഞാൻ ആ വര ഇപ്പോഴേ മായ്ക്കുന്നതാണ്. അത് മായ്ച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി 283 വന്ന് സപ്പോർട്ട് എടുത്തേക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഡിലേ ആയെങ്കിലും നമുക്ക് വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ബ്ലൂ ലൈനും കൂടെ മാറ്റിയേക്കാം. മഞ്ഞ ലൈനിൽ ടച്ച് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലൂ ലൈനിൻ്റെ ടോപ്പ് എഡ്ജായി. നമ്മൾ ആദ്യം വരച്ച ബ്ലൂ ലൈനാണ്, ക്രോസ് ഓവറാണ്. അടുത്ത സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 282 ആണ്. ഇപ്പോൾ ഇവിടെ എന്തായി, ഇപ്പോൾ ഇവിടെ കുറച്ച് നമുക്ക് എൻട്രി മിസ്സായെങ്കിലും ഇവിടെ നിന്നുള്ള 337 എന്നുള്ള എൻട്രി ആണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് 360ലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ വന്ന് കറക്റ്റ് നമ്മൾ വരച്ച ആ ബ്ലൂ ലൈൻ ഉണ്ട്, ആദ്യത്തെ ബ്ലൂ ലൈൻ, അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് ചാർട്ട് വെക്കുമ്പോഴും ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ബ്ലൂ ലൈനാണ് റിജക്ഷൻ ഏരിയ പറഞ്ഞത്. ആ റിജക്ഷൻ ഏരിയയിലേക്ക് ഇവിടെ വന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് എത്ര പോയിന്റ് കിട്ടി നോക്കിക്കേ, ഈസി ആയിട്ട് ഇവിടെ നിന്ന് 360 വരെ കിട്ടി. ഇത് ആദ്യത്തെ റിജക്ഷനാണ്, ആദ്യത്തെ റെസ്പെക്റ്റാണ്. എഗെയിൻ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താലാണ് മഞ്ഞ ലൈനിലേക്ക് മുട്ടത്തുള്ളൂ. അപ്പോൾ 332. ഇതിപ്പോൾ കുറച്ച് ഇടയ്ക്ക് വെച്ച് മിസ്സായി പോയെങ്കിലും ഇവിടെ നിന്ന് 330 മുതൽ 360 വരെ 30 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 30 പോയിന്റിൽ എന്ത് ചെയ്തു, ട്രെയിൽ ചെയ്ത് താഴത്തോട്ട് ഇറങ്ങുന്നതിന് പകരം ഒരു 5 പോയിന്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ 300 നിന്ന് 329 വരെ വീണ്ടും ഒരു 30 പോയിന്റ് അടുത്ത് പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് കൺസോളിഡേഷനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഡെക്സിൽ എന്താണ് സംഭവിച്ചിരിക്കണേ, നമ്മൾ താഴത്തോട്ട് വന്നാൽ ഒരു റെഡ് ലൈൻ ടച്ച് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. ആ റെഡ് ലൈനിലേക്ക് മാർക്കറ്റ് വരും. ഒരു പിൻബാറാണ് വന്നിരിക്കുന്നത്. അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആയിക്കഴിഞ്ഞാൽ അത് വന്ന് മുട്ടാനുള്ള സ്ഥലം 23,350 ആണ്. നോക്കിയേ, നമ്മൾ വരച്ചു വെച്ച ലൈൻസിൻ്റെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ എത്ര പോയിന്റ്, ശരിക്കും പറഞ്ഞാൽ ഒരു 100 പോയിന്റിൻ്റെ അടുത്ത് നമ്മൾ ഡിസിപ്ലിനായിട്ട് ട്രേഡ് കീപ്പ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുമായിരുന്നു. നമ്മളിവിടെ ലൈൻ വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈനിലേക്ക് വന്ന് സപ്പോർട്ട് എടുത്തു. മഞ്ഞ ലൈൻ മുട്ടിയില്ല കേട്ടോ, കാരണം ഇവിടെ ഒരു ബ്ലൂ ലൈൻ ഉണ്ടായിരുന്നുകൊണ്ടാണ്. കാരണം ഇപ്പോൾ പലരും അവരവരുടെ ഇൻഡിക്കേറ്റർ SMA പലരും ഇട്ട് വെക്കുന്ന കാര്യമുണ്ട്. അപ്പോൾ SMA മുട്ടുമെന്നും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ട് പലർക്കും ഇപ്പോൾ എടുത്തടുത്തുനിന്ന് ലോസ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് നോക്കിയേ, അതിൻ്റെ ഇടയ്ക്ക് ആരും കാണാത്ത ഒരു റിജക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഫസ്റ്റ് റിജക്ഷൻ, സെക്കൻഡ് റിജക്ഷൻ. ആദ്യത്തെ റിജക്ഷനിൽ നിന്ന് എന്ത് പറ്റി, ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവപ്പ് ചെയ്ത് കറക്റ്റ് 360 ഹിറ്റ് ചെയ്തു. ദേ പോണ് ലോസ്. അങ്ങനെയാണ് മെജോറിറ്റി ആളുകൾക്കും ലോസ് വരുന്നതിൻ്റെ റീസൺ. ഇവിടെ RSI ഓൾറെഡി ഡൗൺ സൈഡ് തന്നെയാണ്, ഇവിടെ ക്രോസ് ഓവർ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഒഴുക്കിനെതിരെ നമ്മൾ പറയുന്ന നീന്തലാണ് ഇവിടെ നടത്തിയത്. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി, അല്ലെങ്കിൽ ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് 310 നിന്നുള്ള എൻട്രി 360 നമുക്ക് ഈസി ആയിട്ട് 50 പോയിന്റ് കിട്ടിയേനെ. നമ്മളത് മിസ് ചെയ്തു. ദെൻ ഇവിടെ നിന്ന് താഴത്തോട്ട് വന്നപ്പോൾ ഇവിടെ ബ്ലൂ ലൈനിലേക്കുള്ള എൻട്രി ഇവിടെ 30 പോയിന്റ് കിട്ടി. എഗെയിൻ 300 നിന്ന് ഡീസൻ്റ് ആയിട്ടുള്ള എൻട്രിയാണ് കിട്ടിയത്. ഇനി ഒറ്റ തീരുമാനമുള്ളൂ, ഒന്നെങ്കിൽ ഇത് 382 എന്തായാലും വരും, 382 അല്ലെങ്കിൽ ഇതിൻ്റെ ഈ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഒരു ഹൈയിലേക്ക് എന്തായാലും വരും. ഒന്നെങ്കിൽ അവിടെ വന്നിട്ട് ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് 465ലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊരു 10 പോയിന്റിൽ, അതായത് ഇതിൻ്റെ ലോ 340 ആണ്. 340 എന്ന് പറയുമ്പോൾ ഒരു 336 ലോക്ക് ചെയ്തിട്ടിട്ട് ഹോൾഡ് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകില്ല. 300 നിന്ന് 336, 30 പോയിന്റിൽ ലോക്ക് ചെയ്താലും ഒന്നും സംഭവിക്കാൻ പോകില്ല. 30 പോയിന്റ് ഈസി ആയിട്ട് കിട്ടും. എന്നിട്ട് അതങ്ങ് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കുക. ഒന്നെങ്കിൽ ഇതിൻ്റെ ലോവിലേക്ക് മാർക്കറ്റ് ഡൗൺ ആവണം, കാരണം ഇവിടെ ക്രോസ് ഓവർ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം 492 വരെ ഹോൾഡ് ചെയ്യും. ഈ രണ്ടിലേതെങ്കിലും ഒന്ന്
അടുത്ത ആദ്യത്തെ കുറച്ച് പോർഷൻ വേണമെങ്കിൽ ഇപ്പോൾ 2 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഓപ്പൺ 386.50 ഇതിൻ്റെ ഹൈയിൽ വേണമെങ്കിൽ ഒരു ലോട്ടും ഒരു 1-2 ലോട്ടൊക്കെ വിൽക്കാം. അതിന് ശേഷം അത് ഹോൾഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി 2 തീരുമാനമേ ഉള്ളൂ. ഒന്നെങ്കിൽ 330-ൽ 30 പോയിന്റിൽ സാറ്റിസ്ഫൈഡ് ആവുക, ഇല്ലാന്നുണ്ടെങ്കിൽ 491 വരെ ഹോൾഡ് ചെയ്യുക. അത് ലോസ് ആയാലും വിഷയമില്ല. നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് ഇപ്പുറത്ത് നോക്കാം. ഇപ്പോഴും വന്നിട്ടില്ല, ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല. അതെന്താണ് അവിടുത്തെ അവസ്ഥ? 2 മിനിറ്റിലേക്കൊന്ന് കിറ്റ് ചെയ്ത് ഈസി ആയിട്ട് കാര്യം അറിയാൻ പറ്റും. എന്തുകൊണ്ടാണ് അവിടെ പോയി റിജക്ഷൻ ആയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇതേ ബ്ലൂവിൽ നിന്നുള്ളത് കറക്റ്റ് ഇത് ഇവിടെ പോയി റിജക്ഷൻ ആയതുകൊണ്ടാണ് കേട്ടോ ആ റിജക്ഷൻ വന്നത്. അല്ലെങ്കിൽ റിജക്ഷൻ ആവില്ലായിരുന്നു. ഇനി ഈ ഇവിടെ ഒരു ക്രോസ് ഓവർ 2 മിനിറ്റിൽ വരുന്നുണ്ട്. 378 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് മാർക്കറ്റ് 460ലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അവിടെ അത് കിടക്കട്ടെ എന്ന് വിചാരിക്കണം. 2 മിനിറ്റിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. കാരണം എന്താണ് ഇവിടെ സ്ട്രഗിൾ ആവണേ എന്ന് വെച്ചാൽ ഈ യെല്ലോ ലൈൻ ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് സ്ട്രഗിളിങ് നടക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് ഈ 369 എന്നുള്ളത്. 369 ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ബ്ലൂ ലൈനെ ടച്ച് ചെയ്തത് കൊണ്ടാണ് ഇവിടെ 369 ടച്ച് ചെയ്യാതിരുന്നത്. അപ്പോൾ 369 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകുന്നത് 450ലേക്കായിരിക്കും. നമ്മുടെ എൻട്രി 300 330ൻ്റെ അവിടെയാണ് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് അടിക്കുക, അല്ലെങ്കിൽ 375 ബ്രേക്ക് ചെയ്ത് 450ലേക്ക് പോവുക. ഏതാണെങ്കിലും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിനെ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ ഇപ്പുറത്ത് 2 മിനിറ്റ് നോക്കാം. ഇവിടെ 2 മിനിറ്റിൽ ഓൾമോസ്റ്റ് മഞ്ഞ ലൈൻ മുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ലോ വരുന്നത്. അപ്പോൾ ഇവിടെ ലോ വന്നു കഴിഞ്ഞാൽ ആ പോയിന്റ് നമുക്ക് ഇപ്പുറത്ത് തിരിച്ചു പിടിക്കാൻ പറ്റുമോ? തിരിച്ചു പിടിക്കാൻ പറ്റും. ഇതിപ്പോൾ പറന്ന സാധനം 355ലേക്ക് പോകും. പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 338 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡണ്ണായി. ആ SMA താഴത്തോട്ട് ഇറങ്ങിപ്പോയി. നമ്മുടെ 2 മിനിറ്റിൽ ഒരു മടക്ക് വരുന്നുണ്ട്. 369 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 453 വരെ പോകത്തുള്ളൂ കേട്ടോ. RSI ഇവിടെ മടങ്ങുന്നുണ്ട്. ഇവിടെ 452 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഒരു സ്ട്രഗിളിങ് ഏരിയ ആണ്. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിതിൽ 452 വരെ കിട്ടും. 330 നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന. 300 ആണ് എൻട്രി. നമുക്ക് 30 പോയിന്റ് മതി, അതിൽ കൂടുതൽ വേണ്ട. ഒന്നെങ്കിൽ 30 പോയിന്റ് കിട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ 452 കിട്ടണം. 452 കിറ്റ് ചെയ്യുക. അവിടെ എൻ്റെ പരിപാടി ഞാനവിടെ തീർക്കും. ഒന്നെങ്കിൽ 30 പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ 452-ലോ 440-ലോ മുട്ടുക. നേരെ മറിച്ച് ഇത് ലോസിലേക്ക് പോയാൽ പിയിൽ എങ്ങനെ പ്രോഫിറ്റ് ആക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 340 ബ്രേക്ക് ചെയ്താൽ 350ലേക്ക് പോകും. 350ലേക്ക് പോയാൽ 10 പോയിന്റ് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ 381 ഒരു റിജക്ഷൻ ഏരിയ ആണ്. 381.41. അവിടെ നിന്ന് മാർക്കറ്റ് റിജക്ഷൻ ആയിക്കഴിഞ്ഞാൽ 369 നമുക്ക് എക്സിറ്റ് ആവാം. ആ 381.48 വിത്ത് 390 ബ്രേക്ക് ചെയ്ത് പോയാൽ നമുക്ക് 440 എക്സിറ്റ് ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ 369 ഇതിൻ്റെ ലോവിൽ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ എക്സിറ്റ് ആവാം. 379.50 381 മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട്. RSI ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്.
390 കൂടെ ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് 405 405 ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റടിക്കായിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോണേ. ഓൾമോസ്റ്റ് എത്ര വരെ പോയിട്ടുണ്ട്? 387.55 വരെ പോയിട്ടുണ്ട്. 390 വരെ പോകേണ്ട സാധനമാണ്. 381 വളരെ സേഫായിട്ടുള്ള സോണാണ് 381 നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 440ലേക്ക് പോവുള്ളൂ. 385 386 388 RSI ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ മേ ബി അപ്പർ സൈഡിലേക്ക് പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ വരികയാണെങ്കിലും 369 വരെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 440. അതിൽ നമ്മൾ സന്തോഷത്തോടു കൂടി ഒരു ചായയും ഒക്കെ കുടിച്ച് നമുക്ക് പിരിയാം. വളരെ സേഫാണ്. ഞാൻ മാക്സിമം ഇവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഒരു ലോട്ട് എടുക്കാറില്ല, ഞാൻ കൂടുതലൊന്നും എടുക്കാറില്ല. ഒരു ലോട്ട് മതി. ഇന്ന് ഹൈ വോൾട്ടാലിറ്റിയാണ്. ഞാൻ എന്തുകൊണ്ടാണ് അവിടെ പിക്ചറിൽ കാണിക്കാത്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിക്ചറൈസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കോള് വരും. നിങ്ങളുടെ PNL ഒന്ന് കാണിക്കൂ, വേരിഫൈഡ് ഇത് കാണിക്കാൻ പറഞ്ഞ് ഇപ്പോൾ കോള് വരും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു തീരുമാനം എടുത്താൽ ഞാനതിൽ ഉറച്ചു നിൽക്കും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞാൽ പക്ക എൻട്രി പ്രൈസ് ആയിരിക്കണം. ഇപ്പോൾ ഈവൻ നമ്മൾ ആദ്യമേ പറഞ്ഞു, ആദ്യത്തെ ലൈൻ ഇവിടെ ഒരു സപ്പോർട്ടിംഗ് സോണാണ്, അത് കഴിഞ്ഞിട്ടുള്ള സപ്പോർട്ടിംഗ് സോണാണ് താഴെ നമ്മൾ മഞ്ഞ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എനിക്ക് എൻട്രി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എൻട്രി ഞാൻ താഴെ എടുക്കും. എന്നിട്ട് ഇത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകണം. ആദ്യം നമ്മൾ 300 ആണ് ലോക്ക് ചെയ്ത് വെച്ചത്. ഈ ക്യാൻഡലിൻ്റെ ലോ വന്നാലും 341 ഇതുവരെ വന്നിട്ടില്ല. അടുത്ത നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കാൻ പോകുന്നത് 369 ആണ്. 369 ലോക്ക് ചെയ്ത് വെച്ചു. ഇനി ലോക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഹാഫ് പോർഷൻ 380 ലോക്ക് ചെയ്ത് വെക്കാം. ബാക്കി ഹാഫ് പോർഷൻ 369 ലോക്ക് ചെയ്ത് വെക്കാം. കാരണം ഇത് കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരൊറ്റ ബ്രേക്കൗട്ടിൽ മാർക്കറ്റ് 450ലേക്ക് പോകുന്നു. RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഗ്രീനിലേക്ക് കയറുമ്പോൾ മേളിലോട്ട് നല്ല രീതിയിൽ കുതിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ എന്നും പറഞ്ഞ് താഴത്തോട്ട് വരും. ആ താഴത്തോട്ട് വന്നിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് മേളിലോട്ട് കയറിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 395 വളരെ, അല്ലെങ്കിൽ 369 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അവിടെ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കുക. അല്ലാണ്ട് ഞാൻ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ആന കുത്തിയാൽ ആ സ്റ്റോപ്പ് ലോസിൽ നിന്ന് മാറില്ല എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു 15 ലോട്ടാണോ, ഈ ഭാഗത്ത് എന്ത് ചെയ്യാം, ഒരു 5 ലോട്ട് കൊടുക്കാം. അടുത്തൊരു 5 ലോട്ട് അവിടെ കൊടുക്കാം, 369 കൊടുക്കാം. അടുത്തൊരു 5 ലോട്ട് അതിൻ്റെ താഴെയും കൊടുക്കാം. ഒരു ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റ് അങ്ങ് ഇട്ട് വെച്ചേക്കുക. പ്രോഫിറ്റ് കിട്ടിക്കഴിയുമ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ലോസിലേക്ക് വരും. ഇപ്പോൾ ഡെയിലി നമ്മുടെ റൊട്ടീൻ 2500 ആണെങ്കിൽ ഒരു 5000 അല്ലെങ്കിൽ 7500 8000 ഒക്കെ ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2500 നമ്മൾ അവിടെ ലോക്ക് ചെയ്ത് ഇട്ടേക്കുക. ബാക്കി പതുക്കെ ട്രെയിൽ ചെയ്ത് മുകളിലൊരെണ്ണം, അതിൻ്റെ പൊക്കത്തൊരെണ്ണമൊക്കെ നമ്മൾ ലോക്ക് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നമില്ല. നമ്മളിവിടെ എന്താ പറഞ്ഞത്, 369 378 നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം, ട്രെയിൽ ചെയ്ത് വെക്കാം. ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയും വരെയും കുറിയും, ഇതൊന്നും ഞങ്ങൾക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവണല്ലോ എന്ന് പറയണത്. എനിക്ക് ട്രെയിൽ ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഞാനങ്ങനെ അഡീഷണലായിട്ട് കയറ്റി വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ. പിന്നെ ധൈര്യത്തോടു കൂടി ഇരിക്കുക, പേടിച്ചാൽ പോയി. പക്ഷെ ഇവിടെ ഒരു പ്ലാൻ, നമ്മുടെ ഒരു എൻട്രി മിസ്സായപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വിചാരിച്ചേ, ചാർട്ട് നമുക്ക് തരാനുള്ള ഉദ്ദേശം കാണില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. പക്ഷെ അതിന് പകരം നമ്മുടെ ആ ഒരു കരച്ചിൽ ചാർട്ട് കേട്ടുകൊണ്ടതായിരിക്കാം പക്ക ഒരു എൻട്രി നമുക്കിവിടെ കിട്ടിയത്. എടുത്തിട്ടേ സ്റ്റോപ്പ് ലോസ് വരാത്തൊരു എൻട്രി വന്നത്. നമ്മുടെ ടാർഗറ്റ് 435 447 ആണ്. അപ്പോൾ 407. അപ്പോൾ ഒരു 397 വേണമെങ്കിൽ അതിൻ്റെ താഴെ ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ട്രെയിൽ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഈ RSI ക്രോസ് ഓവർ ആവുന്ന വരെ നമുക്ക് ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റ ക്യാൻഡിലായിരിക്കും സാധനം 435 ഇട്ട് പോകണം കേട്ടോ.
കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ഈ വൈറ്റ് ഡോട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് സഡൻ ഫാള് താഴത്തേക്ക് 261 വരെ വരും. അവിടെ നിന്ന് ബ്രേക്കൗട്ട് വന്നാൽ 241 വരെ വരും. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ്, ഹൈ വോളിയം മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് കിട്ടിയാൽ ഒറ്റയടിക്കായിരിക്കും സാധനം 435 ഇട്ട് പോണേ. പോരട്ടെ, ബ്രേക്ക് ആവട്ടെ. ഈ വൈറ്റ് ഡോട്ടിലാണ് ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്യണം. കാരണം ഇവിടെ നിന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് കുറച്ച് ആളെ കൂട്ടാനായിട്ട് എങ്ങോട്ട് വരാം, 379 വരും ആളെ കൂട്ടാനായിട്ട്. പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് ഡോട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത്. ഇൻ കേസ് ഇത് ഡോജി ക്യാൻഡിൽ ആയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ സഡൻ ഫാള് 259. ഫാളാവാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നിന്ന് റിവേഴ്സായിട്ട് 310 പോകത്തുള്ളൂ. പിന്നെ RSI സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഹയർ ടൈം ഫ്രെയിം സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ 446 ടച്ച് ചെയ്യാനായിട്ട് മിച്ചം ഇട്ടിട്ടുണ്ട്. ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ അതിർത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ സേഫായിട്ട് വെയിറ്റ് ചെയ്യാം. ഉം, 420. പെട്ടെന്ന് താഴത്തോട്ട് വീണാൽ മാത്രം രക്ഷയുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ സാധനം തിരിച്ച് 310 ഇട്ട് പോകും. അപ്പോൾ ആളെ കൂട്ടാനായിട്ട് സാധനം 379 370 വരും. അതാണ് ഇവിടെ ഇത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെന്ന് നമ്മൾ പറയുന്നതിൻ്റെ റീസൺ. അതാണ് മാക്സിമം ഇവിടെ കൊടുക്കുക. ബാക്കി നമുക്ക് അടുത്ത ബ്രേക്കൗട്ടിൽ നമുക്ക് പരിപാടി നടത്താം. എന്താ പറഞ്ഞത്, ഇവിടെ നിന്ന് വീഴാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരൊറ്റടിക്ക് സാധനം മേളിലോട്ട് 385 വരെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇത് ആളെ കൂട്ടാനായിട്ട് താഴത്തോട്ട് വരുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യത്തെ റെസ്പെക്റ്റേഷൻ അല്ലേ 90, 300, 305, 15 പോയിന്റ് ഇവിടെ കിട്ടും. ഇത്രേ ഉള്ളൂ കാര്യം. പക്ഷെ ഇവിടെ പോകണം കേട്ടോ, പോവില്ല എന്നൊന്നും ഞാൻ പറയില്ല. നമ്മൾ മാർക്കറ്റ് ഒരിക്കലും ഒറ്റയടിക്ക് പോവില്ല. കാരണം കറക്റ്റായിട്ടുള്ളൊരു ടേപ്പർ ലെവലിലാണ് മാർക്കറ്റ് മുട്ടി നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ രാവിലെ തൊട്ട് പറയുന്നതാണ്. മാർക്കറ്റ് ഇതേ നല്ല രീതിയിൽ താഴത്തോട്ട് വരുന്നു. ഇനി ഇതിൻ്റെ ഹൈ എഗെയിൻ ബ്രേക്ക് ചെയ്താൽ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിലിൻ്റെ ഹൈ 412 ആണ്. 412 ബ്രേക്ക് ചെയ്താൽ 420 ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് അടുത്ത 445 ഹോൾഡ് ചെയ്യാം. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉള്ളതാണ് ഈ കാര്യങ്ങൾക്കൊക്കെ കാരണം. ഇവിടെ നിന്ന് കറക്റ്റായിട്ടല്ല റിജക്ഷൻ ആയെന്ന് നോക്കിയേ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട്, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ രണ്ടാമത് പറഞ്ഞു താഴത്തേക്ക് 379 ആളെ കൂട്ടാൻ വേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 379 ആളെ കൂട്ടാൻ വന്നാലും 15 പോയിൻ്റാണ്. അത് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട്, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ സേഫായി. അത് കഴിഞ്ഞിട്ട് ആളെ കൂട്ടാൻ വേണ്ടി 379 ഇട്ട് വരുമെന്ന് പറഞ്ഞു. എത്രയിലോ വന്നിരിക്കണേ ലോ 379.15, 379.59 സപ്പോർട്ട്. ആ മഞ്ഞ വരയിൽ വന്ന് മുട്ടി. അപ്പോൾ എന്ത് ചെയ്ത്, ഇവിടെ ക്വിറ്റ് ചെയ്ത് എന്ത് ചെയ്ത്, ഇവിടെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് എൻട്രി എടുത്തു. ഇനി ഇത് കോസ്റ്റ് ടു കോസ്റ്റ് അടിച്ചു പോയാൽ പോയി, അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം 440 നമ്മൾ പര്യവസാനിപ്പിക്കും. പിന്നെ ഇവിടെ ആദ്യത്തെ റിജക്ഷൻ റെസ്പെക്റ്റ് ആണ് മേളിലോട്ട് നമ്മൾ ആ ഗ്രീൻ ലൈനിലേക്ക് സപ്പോർട്ട് എടുക്കാൻ പോകുമെന്ന് പറഞ്ഞത്. നോക്കിയേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പം നമുക്ക് എന്ത് ചെയ്ത്, ഇവിടെ ഇറങ്ങി ഇവിടെ എടുത്തപ്പോൾ താഴത്തോട്ട് ആ ട്രെയിൽ ചെയ്യുന്ന സാധനത്തിൻ്റെ ഇരട്ടി ഇവിടെ പ്രോഫിറ്റബിളായി. ഇനി കോസ്റ്റ് ടു കോസ്റ്റ് പോയാലോ ഇതിൻ്റെ ലോവിൽ വിറ്റാലോ
ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല. പെട്ടെന്നൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ സാധനം എന്ത് ചെയ്യും? പറക്കും. ഇതിൻ്റെ ലോവിൽ ഇവിടെ നിന്നൊരു വേണ്ട ഒരു 5 പോയിന്റ് കയറ്റി കിട്ടാലും എന്താ കുഴപ്പം? 380 കൂട്ട്, 80 24 പോയിന്റാ. കാരണം മാർക്കറ്റ് പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേ സിഗ്നലിലേക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ ഒരു ഒന്നൊന്നര മൂവ്മെൻ്റ് ആയിരിക്കും സാധനം. വെട്ടിയും പുകയും പോലെ 440 ഇട്ട് പോകത്തുള്ളൂ. 300 അപ്പോൾ ഒന്ന് എൻ്റെ ടാർഗറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 300 440 വരെ 140 പോയിന്റ് സിംഗിൾ ലോട്ട് കൂട്ടിയാൽ മതി. RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. ആദ്യത്തെ റിജക്ഷനാണ്. RSI ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റടിക്കായിരിക്കും 430 പോകുന്നത്. 430 വേണമെങ്കിൽ കുറച്ച് പരിപാടി വൈൻഡപ്പ് ചെയ്യാം. അടുത്ത 3 ക്യാൻഡിനുള്ളിൽ ഹൈ വോളിയത്തോട് കൂടിയിട്ടായിരിക്കും ബ്രേക്ക് ഔട്ട് ആവുന്നത്. പോട്ടെ, കണ്ണടച്ച് തുറക്കുമ്പോൾ 430 എത്തട്ടെ. നമ്മൾ കൊണ്ടെത്തിക്കുകയാണ്. നമ്മൾ പറഞ്ഞ് നമുക്കവിടെ എത്തിക്കാൻ പറ്റും. പോട്ടെ, ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുകയെ ബ്രേക്ക് ചെയ്യണോ വേണ്ടയോ. അപ്പോൾ ഈ കുപ്പിയിൽ നിന്ന് അടച്ചു വിട്ട ഭൂതത്തിൻ്റെ അവസ്ഥയാണ്. എങ്ങോട്ടൊക്കെയാണ് പോകണമെന്ന് ഒരു പിടുത്തവും കിട്ടത്തില്ല ഇവിടെ നിന്ന്. ഒന്നെങ്കിൽ വളരെ ഹ്യൂജായിട്ടുള്ള ഡൗണ്, ഇല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള അപ്പ്. ഇത് രണ്ടിലും ഇവിടെ സംഭവിക്കാൻ ചാൻസ് ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും വരാനില്ല. കാരണം വണ്ടി ഹൈവേയിലേക്ക് അടുത്ത ക്യാൻഡിലിൽ കയറും. അപ്പം നമ്മളെപ്പോഴും പറയുന്ന പോലെ 10 മണിക്ക് നമ്മൾ ഏതെങ്കിലും ഒരു ടാർഗറ്റിൽ ചെന്ന് മുട്ടിയായിരിക്കും നമ്മുടെ മാർക്കറ്റ് നിൽക്കണമെന്ന് ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, 10:10 ഓൾമോസ്റ്റ് 10 മണിയായപ്പോഴത്തേക്കും ഇത് 2 മിനിറ്റിൻ്റെ 2, 4, 6, 8, 10. നോക്കിയേ, ഈ ക്യാൻഡിൽ നോക്കിയേ 10:01. 10 മണിക്ക് സാധാരണ ഏതെങ്കിലും ഇതേപോലത്തെ ഒരു ടാർഗറ്റിലായിരിക്കും മാർക്കറ്റ് മെജോറിറ്റി ഇടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മളവിടെ ഇറങ്ങി വീണ്ടും നമ്മളെന്താ പറഞ്ഞത്, താഴത്തോട്ട് ആളെ കൂട്ടാനായിട്ട് ഈ ഭാഗത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അവിടെ ക്വിറ്റ് ചെയ്തിട്ട് ആളെ കൂട്ടിയപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് നമ്മൾ വീണ്ടും സഞ്ചരിച്ചത്. ഇപ്പോൾ 1 മിനിറ്റ് കൂടെ ഉണ്ട്. അടുത്ത ക്യാൻഡിൽ ഒരു ഒറ്റ ബ്രേക്ക് ഔട്ട് 425, അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് 443 വരെ, ഇല്ലെങ്കിൽ 424 വരെ, അല്ലെങ്കിൽ അതിൻ്റെ വിക്ക് 430.70 വരെ. പോട്ടെ, മടിക്കണ്ട. ഹൈവേയിലേക്ക് മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് സ്റ്റേജിലാണ് നിൽക്കുന്നത്. പറന്ന് 430 പോയില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 430 പോകണം, ഇല്ലെങ്കിൽ ജീവനും കൊണ്ട് താഴത്തോട്ട് ഓടണം. ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിൽക്കുക ബ്രേക്ക് ചെയ്യണോ ഉണ്ട്. അവിടെ ഹൈ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട്. പോട്ടെ, പറന്നു പോട്ടെ, ഇല്ലെങ്കിൽ താഴത്തോട്ട് പറന്നു പോരട്ടെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ എന്താ അവസ്ഥ, ക്രോസ് ഓവർ തന്നെയാണല്ലോ താഴത്തോട്ട്. കാരണം പ്രീവിയസ് ക്യാൻഡിലിന് ആദ്യത്തെ ആ ഒരു വൈറ്റ് ഡോട്ടിലാണ് ഇപ്പോൾ ഇടിച്ച് നിൽക്കുന്നത് കേട്ടോ. 283. ഇവിടെ നിന്ന് 10 പോയിന്റ് രണ്ടിലും ഇട്ടാലും വലിയ വിഷയമൊന്നും വരില്ല. ഏതെങ്കിലും ഒരെണ്ണം 20 പോയിന്റ് കിട്ടും. കാരണം ഈ വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് വന്ന സാധനം സഡൻ ഫാള് താഴത്തേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സഡൻ അപ്പം മുകളിലോട്ട്. അവിടെ ഒരു മടക്ക് പോലെ വന്നിട്ടുണ്ട്. റീക്രോസ് ഓവർ വന്നിട്ടുണ്ട് 2 മിനിറ്റിൽ. എന്തും സംഭവിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഒരൊറ്റ പോക്ക് പോയാൽ
ഈസി ആയിട്ട് 435, 443. അപ്പോൾ ഇവിടെ 397ലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. കാരണം 378 എൻട്രി ഒരു 397ലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ചാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു എൻട്രി കിട്ടുള്ളൂ. അത് മാക്സിമം അതിൽ നിന്ന് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. വല്ലപ്പോഴും ഇതേപോലത്തെ അവസരങ്ങളൊക്കെ കിട്ടുന്നത് വളരെ റെയറാണ്. അത് നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ട് കയറ്റി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാനൊന്നും പോകണില്ല. RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും കൂടെ സെക്യൂർ ആവുക, നമ്മൾ മാക്സിമം ട്രെയിൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് എൻട്രി 378 എൻട്രി 78, 88, 98. 98ലേക്ക് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുള്ളത് 420ലേക്ക് എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ 419 വരെയും ഒരു പ്രതീക്ഷയുണ്ട്. 419 ബ്രേക്ക് ചെയ്ത് 419, 20 ബ്രേക്ക് ചെയ്താൽ 443ലേക്ക്. $395 പകുതി 2 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ $395 ഒരെണ്ണം ട്രെയിൽ ചെയ്ത് വെക്കാം. ഇവിടെ RSI ഇവിടെ മടങ്ങുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ 1 മിനിറ്റിൽ SMA സപ്പോർട്ട് എടുക്കുന്നതുകൊണ്ടാണ്. SMA 1 മിനിറ്റിൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട് 398. 398, 95 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ സപ്പോർട്ടാണ് അവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് എങ്ങോട്ട് വരാം? 431ലേക്ക് വരും. വെയിറ്റ് ചെയ്യാം. ഇവിടെ സ്റ്റേബിളായിട്ട് പോവാണ് RSI മേളിലോട്ട് കർവ് ആവണം. ഇവിടെ ഒരു 2 മിനിറ്റിൽ RSIയുടെ ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട്. ഇവിടെ ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട്. പക്ഷേ ആ ക്രോസ് ഓവർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അലർട്ട് ആവാനുള്ള ക്രോസ് ഓവറാണ്. പക്ഷേ ക്രോസ് ഓവർ ആയിട്ടില്ല. നെക്സ്റ്റ് ക്യാൻഡിലിൽ ഈ ഒരു ഏരിയ, അതായത് ഇതിൻ്റെ ടോപ്പ് ഈ ഒരു വൈറ്റ് ലൈൻ ബ്രേക്ക് ചെയ്താൽ ഈ RSIക്ക് എപ്പോൾ വേണമെങ്കിലും തിരിയാം. നമ്മൾ അലർട്ടായിട്ടിരിക്കുക. നല്ല ബ്രേക്കൗട്ടിനുള്ള ചാൻസസ് ആയിരുന്നു വന്നത്. കാരണം മാർക്കറ്റ് 430 ടച്ച് ചെയ്യേണ്ടതായിരുന്നു. എൻ്റെ ഒരു കണക്കും പ്രകാരം 430 ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയില്ല. ഞാനൊരു വര വരച്ചിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റെഡ് ലൈൻ വന്നിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ 495, 395ൻ്റെ ആ ഭാഗത്തേക്കാണ് നമ്മൾ പറഞ്ഞത്, ട്രേഡിങ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല. ഈ ഭാഗത്തു നിന്നുള്ളത് 380 തൊട്ട് 15 പോയിൻ്റെങ്കിൽ 15 പോയിൻ്റ്. ഇനി സംഭവിക്കാൻ പോകുന്നത് കാര്യങ്ങൾ, ഈ റെഡ് ഡോട്ട് പതുക്കെ ഒരു 5-10 ക്യാൻഡിൽ കഴിയുമ്പോൾ എന്ത് ചെയ്യും? പതുക്കെ 430ലേക്ക് എത്തും. 430ലേക്ക് എത്തുമ്പോൾ എന്തായാലും വരാതിരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ RSI ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു സേഫ് ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാനൊരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയും, ഒരു ക്രോസ് ഓവർ മുതൽ അടുത്ത ക്രോസ് ഓവറിൽ ഇറങ്ങുക. ആസ് എ ഡിസിപ്ലിൻ ട്രേഡറിൽ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. ഏറ്റവും ചുരുങ്ങിയത് എത്ര കിട്ടുമായിരുന്നു? നമ്മൾ പറയാറുണ്ട് ഈ ക്രോസ് ഓവർ മാത്രം നോക്കി എടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? 340 മുതൽ ഒരു ഫൈനൽ ട്രിഗർ 404 വരെ. അതായത് സേഫ് ട്രേഡ് 40, 397. അപ്പോൾ എത്രയായി? 57 പോയിൻ്റ്. ആസ് എ സേഫ് ട്രേഡർ ആണെങ്കിൽ 57 പോയിൻ്റ്. എൻ്റെ ലക്ഷ്യം ഈ 430 ആട്ടോ.
ഞാൻ അടുത്ത ബ്രേക്കൗട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം ഈ വൈറ്റ് ഡോട്ട് ഒരു ഒന്നൊന്നര ഡോട്ടാണ്. ഞാൻ മിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിസ്സാരണക്കാരനല്ല. കാരണം ഇത്രയും വരയുടെ അത്രയും പോലും ഇല്ല ഇവിടെ ഒരു വെള്ള കുത്തെന്ന് പറഞ്ഞ സാധനം. ആ കുത്ത് ഇത്തിരി ഡേഞ്ചറാണ്. ഇപ്പോൾ SMA സപ്പോർട്ട് റീടെസ്റ്റ് നടത്തിയിട്ടാണ് നിൽക്കുന്നത്. ഈ 285 എന്നുള്ള ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് രക്ഷയുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റാണ്. വരാതെയൊന്നും ഇരിക്കില്ല. മാർക്കറ്റ് എന്തായാലും ഈ ഭാഗത്തേക്കൊക്കെ വരണം. ഇതിലൂടെ ഇനിയിപ്പോൾ RSI ഇവിടെ നിന്നൊരു റീക്രോസ് ഓവർ ആവണം. വെയിറ്റ്. ഇപ്പോൾ എനിക്ക് എന്തൊക്കെയായാലും ഈ ഒരു ഭാഗത്തേക്കാണ് എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ. 431.95 431 495 441 എന്താന്ന് വെച്ചാൽ 5 മിനിറ്റിൽ 440 ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല. ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. കാരണം പലരും വിചാരിക്കും ഇവിടെ RSI താഴത്തോട്ടാണല്ലോ, പിന്നെ മാർക്കറ്റ് എന്തുകൊണ്ട് മുകളിലോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് അപ്പാണ്. 800 പോയിന്റിൻ്റെ അടുത്ത് ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഇനി RSI നോർമൽ പ്രൈസായിട്ട് ടാലി ആവാനായിട്ട് വരണം. ആ ടാലി ആവാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലവിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. എന്തായി ഇവിടെ 5 മിനിറ്റിൽ PE ക്രോസ് ഓവർ ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 280 ടച്ച് ചെയ്യാനുണ്ട്. ഒരു സപ്പോർട്ടിങ് സോൺ ഉണ്ട്. അതേപോലെ 258 241 സപ്പോർട്ട് ചെയ്യാൻ കിടപ്പുണ്ട്. സ്ട്രഗിൾ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വളരെ സേഫായിട്ട് 5 മിനിറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എവിടം തൊട്ട് എവിടം വരെയാണ് ഒരു സേഫ് ഏരിയ? 340 മുതൽ 402 വരെ സേഫ് ഏരിയ. നമ്മൾ ഓൾറെഡി ഇതിൽ എൻഡേഡ് ആണ്. പിന്നെ ഇതിൽ സേഫ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 435 മുതൽ ഈ ഭാഗത്തേക്കാണ് 468 വരെയാണ് സേഫ് ഏരിയ. കാരണം ഇതിൻ്റെ യെല്ലോ ലൈൻ ഓൾമോസ്റ്റ് നിയറസ്റ്റ് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ക്രോസ് ഓവർ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. 5 മിനിറ്റിൽ ഒരു ക്രോസ് ഓവറിൻ്റെ മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് ഡോട്ട് എന്താ വെച്ചാൽ എനിക്ക് രാവിലെ എത്ര മണി തൊട്ടുള്ള റെസിസ്റ്റൻ്റാണ്? 9:20 ഹൈ ആണ്. 1 2 3 4 5 6 7 8 തവണയാണ് അവിടെ റെസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റാണ്. ആ റെസിസ്റ്റൻറ്റിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിസ്സാര വോളിയൊന്നും പോരാ. അപ്പോൾ എന്ത് ചെയ്യും? ഈ ക്യാൻഡിൽ താഴത്തോട്ട് 360 352 സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ നിന്ന് വീണ്ടും എൻട്രി എടുക്കും. RSI ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇത് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഒന്നെങ്കിൽ 352 360 330 സപ്പോർട്ട് എടുക്കണം. ഇവിടെ എവിടെയെങ്കിലും സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് പോകും. അതർവൈസ് ഈ ഒരു ഡോട്ടഡ് ലൈൻ 407 ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് എന്ത് പറ്റണേ 469 മൂവ് ചെയ്യണം. അപ്പോൾ RSI ഇവിടെ ക്രോസ് ഓവർ ആവുന്നുണ്ട് 5 മിനിറ്റിൽ. പിയിലും RSI എന്താവുന്നുണ്ട്? ക്രോസ് ഓവർ ആവുന്നുണ്ട്. രണ്ടും ഒരേപോലെ ക്രോസ് ഓവർ ആവുക. കാരണം ഇന്ന് ഹൈ വോളിയം ജനറേറ്റഡ് ഹൈ മറ്റേ ഗ്യാപ്പ് അപ്പ് ആയതുകൊണ്ടാണ് ഇത് തമ്മിൽ ടാലി ആവുന്നത്. ഇപ്പോൾ രണ്ടും RSI അനുകൂലമായിട്ടുണ്ട്. പക്ഷേ ഈസി വേ വന്നിരിക്കുന്നത് ഇവിടെയാണ്. പിയിൽ ഗ്രീൻ ലൈനിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ 360 സപ്പോർട്ട് എടുക്കുമ്പോൾ ഇവിടെ എത്ര പോയിന്റ് കിട്ടും? ഇവിടെ 305 340 വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 429 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ ഈ RSI ഇത് രണ്ടും കൂടെ ടാലി ആവണം. ഇത് മേളിലോട്ട് പോയി തിരിച്ച് ക്രോസ് ഓവർ ആവുമ്പോൾ ഇത് 2 മടക്കെങ്കിലും ഇവിടെ അടിച്ചിരിക്കും.
ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പ്രോഫിറ്റബിൾ ആണ്. ഞാനിവിടെ എന്താ പറയണ്ടേ, ഇവിടെ പിയിൽ ഞാനൊരു ലോട്ട് ആവറേജിങ്ങിന് വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഇത് ആദ്യത്തെ ആവറേജിങ് ആയതുകൊണ്ടാണ് ഇതിവിടെ കാണിക്കുന്നത് കേട്ടോ. ആദ്യത്തെ എൻട്രിയുടെ ആവറേജിങ് ആയതുകൊണ്ടാണ് ഇതിവിടെ കാണിക്കുന്നത്. ഞാൻ വേറെ സ്ട്രൈക്ക് എടുക്കാം അല്ലെങ്കിൽ. ഒരെണ്ണം പോലും ഇല്ല, എല്ലാവരും സി ആണ് എടുത്ത് വെച്ച് സെല്ല് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം 298 അത് തന്നെയാണല്ലോ കിടക്കണേ. 372 5 മിനിറ്റിൽ കയറിയിട്ടുണ്ട്. 255 ഇത് ഇവിടെ രണ്ടും കൽപ്പിച്ചൊരു ബൈ. അപ്പോൾ ഇതിൽ 1.5 മണിക്കൂർ തീർത്തേക്കാം. എൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു മഞ്ഞ ലൈനാണ്. ഈ മഞ്ഞ ലൈൻ എപ്പം മുട്ടുന്നോ അപ്പം ഞാൻ ഇതിൽ സിംഗിൾ ലോട്ടിൽ എക്സിറ്റ് ആവും. എൻ്റെ ആദ്യത്തെ ആവറേജിങ് ഏരിയ എന്ന് പറയണത് 199 ആണ്. 199 വന്നാൽ ഞാൻ ആവറേജ് ചെയ്യും. 2 ലോട്ടിട്ട് ആവറേജ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ 257 മുതൽ 316 വരെയും എൻ്റെ ടാർഗറ്റ്, അല്ലെങ്കിൽ മഞ്ഞ ലൈൻ മുട്ടുന്നവരെ. രണ്ടും കൽപ്പിച്ചുള്ള എൻട്രിയാണ്. കാരണം ഇവിടെ ബ്രേക്കൗട്ട് ചെയ്യാതെ താഴത്തേക്ക് ഒന്ന് ഫാൾ ആവുന്നുണ്ട്. കൺസോൾട്ടേഷൻ സോണിലേക്ക് വരുന്നുണ്ട്. ഈ റെഡ് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് 23,350 മാർക്കറ്റ് ഇപ്പോഴും കളിക്കുന്നത്. നമ്മൾ രാവിലെ ഒരു ബോക്സ് വരച്ചിട്ടത് ആദ്യത്തെ വീഡിയോയിലുണ്ട്. ഈ ബോക്സിൻ്റെ അകത്തായിരിക്കും മാർക്കറ്റിന് ഇന്നത്തെ പരിപാടി കംപ്ലീറ്റ്. ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് പോരും. കാരണം ഇവിടെ യെല്ലോ ലൈൻ മുട്ടി. 5 മിനിറ്റിൽ ഇവിടെ യെല്ലോ ലൈൻ മുട്ടി. ഇവിടെ ഇനി യെല്ലോ ലൈൻ മുട്ടാനുണ്ട്. അപ്പോൾ അത് പ്രകാരം മാർക്കറ്റ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇനിയിപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒന്ന് അപ്പാവും. ഇവിടെ 460 മുട്ടാനായിട്ട് മിച്ചം കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ആവണനുസരിച്ചിട്ട് ഈ മഞ്ഞ ലൈൻ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ അടുത്തുകൊണ്ടിരുന്നാലും മാക്സിമം ഒരു 300 ആ ഭാഗത്തേക്കൊക്കെ എപ്പോൾ വരുമെന്ന് നോക്കാം. ചിലപ്പോൾ ലോസിലായിരിക്കും മുട്ടണേ, ചിലപ്പോൾ പ്രോഫിറ്റിലായിരിക്കും മുട്ടണേ. വളരെ സിമ്പിളായിട്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മഞ്ഞ ലൈൻ മുട്ടുമ്പോൾ, അതായത് ഇവിടെ യെല്ലോ ലൈനിൽ മുട്ടുമ്പോൾ ചിലപ്പോൾ ഇത് വൈറ്റ് ലൈനിൽ മുട്ടും. 273 വരെ പോകും. $315. ഈ യെല്ലോ ലൈൻ ഓൾറെഡി അതൊരു സപ്പോർട്ടാണ്. ഈ ഒരു യെല്ലോ ലൈൻ ഒരു സപ്പോർട്ടിങ് സോണാണ്. പക്ഷേ അതിൻ്റെ താഴെ 330 കൂടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ 295 കിടപ്പുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രോഫിറ്റ് എടുത്തിട്ട് 2 പോയിൻ്റ് സ്റ്റോപ്പ് ലോസിൽ ഇവിടെ ഇടാം. പക്ഷെ അവിടെ ആദ്യത്തെ നെക്സ്റ്റ് ക്യാൻഡിലിൽ നോക്കണം. നെക്സ്റ്റ് ക്യാൻഡിലിൽ ഒരു ലോവോ ഹൈയോ ക്രിയേറ്റ് ആവുകയുണ്ടോയെന്ന് നോക്കണം. ഇപ്പോൾ മെജോറിറ്റി വെച്ചിട്ട് ഇവിടെ RSI ഇവിടെ ക്രോസ് ഓവർ ആയിട്ടില്ല. അത് RSI ക്രോസ് ഓവറായി വരുമ്പോഴത്തേക്കുമാണ് നമുക്കതൊരു പോസിബിലിറ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കേസ്, വൈറ്റ് ലൈൻ മുട്ടിയിട്ട് നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഒരു ഡോജി അല്ലെങ്കിൽ ആ ക്യാൻഡിൽ ഏത് രീതിയിൽ ഫോം ആവണമെന്ന് നോക്കിയിട്ട് വേണം അതിനകത്ത് പരിപാടി കഴിക്കാൻ. പിന്നെ രണ്ടാമത്തെ കേസ് റിവേഴ്സ് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ മുട്ടുന്ന സമയത്ത് ഇവിടുന്ന് റിവേഴ്സ് നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആ യെല്ലോ ലൈനിൽ മുട്ടുമ്പോൾ ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പി എക്സിറ്റ് ചെയ്യാം. മെജോറിറ്റി ചാൻസും താൽക്കാലികമായിട്ട് പി തന്നെയാണ് നിൽക്കുന്നത് തന്നെ. നോക്കിയേ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഈ ഒരു ഒറ്റ മൂവ് മതി നമ്മുടെ കാര്യങ്ങളൊക്കെ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് മൂവ് ചെയ്യാനായിട്ട്. ഹൈ വോളിയം പിയിലേക്ക് വരുന്നുണ്ട്.
1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് തീർക്കാം. ഓക്കെ, അവിടെ സെല്ല് ചെയ്തു. അപ്പം അത് ഡിസിപ്ലിൻ്റെ ഭാഗം. സിംഗിൾ ലോട്ട് എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് മുട്ടാനായിട്ട് സ്ട്രഗിൾ ആവണമെന്ന് വെച്ചാൽ, പ്രീവിയസ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈറ്റ് ഇപ്പോൾ അവിടെ കിടപ്പുണ്ട്. ഇവിടെ വൈറ്റ് ഡോട്ടും ഉണ്ട്, നോക്കിയേ. വൈറ്റ് ഡോട്ടിൽ മുട്ടി, വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത സാധനം 290 പോകും. ഇതുവരെ യെല്ലോ ലൈനിൽ മുട്ടിയിട്ടില്ല. കാരണം ഈ ഒരു വിക്ക് ഇവിടെ നിൽപ്പുണ്ട്. ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. മൂന്ന് രീതിയിലുള്ള സപ്പോർട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് മഞ്ഞ ലൈനിലേക്ക് മുട്ടണതിന് മുമ്പ് സ്ട്രഗിൾ ആയെന്ന് വെച്ചാൽ, ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് നിൽപ്പുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് ഡോട്ടിൽ അവിടെ ഒരു എക്സിറ്റ് ഈസി ആയിട്ട് പ്ലാൻ ചെയ്ത്. അത് ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. 10 ലോട്ടാണെങ്കിൽ 5000 റുപ്പീസാണ് സിംഗിൾ ക്യാൻഡലിൽ. കാരണം RSI പീക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. നോക്കിയേ, ഇപ്പം താഴത്ത് നിന്ന മഞ്ഞോ ലൈൻ ഒന്ന് പൊക്കത്തേക്ക് നീങ്ങി. അപ്പോൾ ഇവിടുത്തെ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഡബിൾ സപ്പോർട്ട് അവിടെ ഒന്ന് മാറി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് വീണ്ടും മഞ്ഞ ലൈനിലേക്ക് മുട്ടുമ്പോൾ ഇത് വീണ്ടും ആ പ്രൈസിൽ തന്നെയാണ്. നമ്മൾ അതിന് മുമ്പേ മുട്ടിയപ്പോൾ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. 373 ഇതേ മുട്ടി, മഞ്ഞ ലൈനിൽ മുട്ടി. അവിടെ മഞ്ഞ ലൈനിൽ മുട്ടിയപ്പോൾ മുമ്പ് സേഫായിട്ട് ഇറങ്ങി അതേ സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ചെറിയൊരു പോയിന്റ് വ്യത്യാസത്തിൽ, കണ്ടോ. അപ്പോൾ അത് ആണ് ഡിസിപ്ലിൻ്റെ ഭാഗം. അതായത് മഞ്ഞ ലൈൻ ഇവിടെ ആയിരുന്നു എന്ന് വെച്ചാൽ മഞ്ഞ ലൈൻ അവിടെ സ്റ്റക്കാവും അല്ല ചെയ്യുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് ചെയ്തപ്പോൾ മഞ്ഞ ലൈൻ ഒരു സ്റ്റെപ്പ് പൊക്കത്തോട്ട് കയറി. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് ക്യാൻഡിലാണ് നമ്മൾ എന്ത് ചെയ്യണ്ടേ, എൻട്രി പ്ലാൻ ഇരുന്നിരുന്നതെങ്കിൽ, അതാണ് നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞത്. അത് ഇപ്പം 374 മുട്ടിയാലും 6 പോയിൻ്റാണ്. അല്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് റിവേഴ്സ് ആവുമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി കുറവാണ്. നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ നോക്കാം. ആ നെക്സ്റ്റ് ക്യാൻഡിലാണ് മഞ്ഞ ലൈനിൽ മുട്ടിയത്. അപ്പോൾ അവിടെ നിന്നുള്ള എൻട്രി പ്ലാൻ ചെയ്താലും എന്താവും, 374 നിന്ന് 385. അപ്പോൾ അവിടെയും കിട്ടിയില്ലേ 10 പോയിന്റ് ഈസി ആയിട്ട്. അത് നേരെ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അതത്ര സേഫ് ഒന്നും അല്ല. ഈ ഗ്രീൻ എന്ന് പറഞ്ഞാൽ അത്ര സേഫായിട്ടുള്ള ഒരു രീതികളൊന്നും അല്ല. നമ്മളത് മനസ്സിൽ കാണണം. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ യെല്ലോ ലൈൻ മുകളിൽ കിടപ്പുണ്ട്. പിന്നെ സെക്കൻഡ് തിങ്, സിയിൽ ഈ 440 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഇവിടെയും ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്, ഇവിടെയും ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടിൽ ഏത് സംഭവിക്കും ആദ്യം എന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇത് രണ്ടും ഇന്ന് സംഭവിക്കാനുള്ള കേസ് തന്നെയാണ്. കാരണം ഇവിടെ 464 ടച്ച് ചെയ്യാൻ കിടപ്പുണ്ട്, ഇവിടെ 312 ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഏത് ആദ്യം സംഭവിക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ സംഭവിച്ചിട്ട് അത് നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് നമ്മളൊരു എൻട്രി എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അത് ഒരു മൂവ്മെൻറ്റ് സ്കാൽപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാലും അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ആക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇന്ന് ഈ കടകാലടിക്കുന്നതിലും നല്ലതാണ് ഈ ടെൻഷൻ. ഇപ്പോൾ 10:45 10:45 വരെ ഈ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യങ്ങളൊന്നുമില്ല. 10:45 വരെ വെയിറ്റ് ചെയ്തിട്ട് കൺഫേം ആയിട്ടുള്ള ഒരു എൻട്രിയിൽ ഒരു 10 ലോട്ടിട്ട് ഒരു എൻട്രി എടുക്കുക. 10 പോയിന്റ് അല്ലെങ്കിൽ 20 പോയിന്റ്. ഇന്നത്തെ പ്രീമിയം വെച്ചിട്ട് മറ്റേ ബാങ്ക് നിഫ്റ്റിയുടെ പോലെ ആയി ഇപ്പോൾ നിഫ്റ്റി. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ ഹൈ വോൾട്ടാലിറ്റി നല്ല 100 പോയിന്റ് ദാന്ന് പറയുമ്പോൾ കയറും. അതേ സെയിം പ്രൊസീജിയർ നേരെ നിഫ്റ്റിയിലേക്കും കൊണ്ടുവരാനായിട്ട് വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രീമിയത്തിൻ്റെ റേറ്റ് കൂട്ടിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഉണ്ടാകുന്ന പോലെ അതേ സ്വഭാവം. ഇപ്പോൾ കുറേ പേര് നിഫ്റ്റി ചെയ്യും, കുറേ പേര് ബാങ്ക് നിഫ്റ്റി ചെയ്യും. 1000 പോയിൻ്റൊക്കെയാണ് ഒരു ദിവസം ബാങ്ക് നിഫ്റ്റിയിൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലത്തെ പ്രീമിയവും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നിഫ്റ്റിയും റിസ്ക് പിടിച്ചിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സെക്ടറിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നിഫ്റ്റിയിലും ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. മറ്റേ ബാങ്ക് നിഫ്റ്റിയിലെ പോലെ പേടിപ്പെടുത്തുന്ന സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഒക്കെ
സിംഗിൾ ക്യാൻഡിലിൽ 50 പോയിൻറ്റും 100 പോയിൻ്റൊക്കെ നിഫ്റ്റിയിലും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടെ ഏതിലേക്ക് മുട്ടും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് അത്ര വലിയ സ്റ്റിൽ RSI സ്റ്റിൽ പീക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. സിയിൽ ഒഴുക്കിനെതിരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കൺഫർമേഷൻ മെജോറിറ്റി വെച്ചിട്ട് ഒരു ഐഡിയ വെച്ചിട്ട് ഒരു 80% അല്ലെങ്കിൽ 75% മേളിൽ പിയിൽ ഈ ഒരു യെല്ലോ ലൈൻ മുട്ടാനുള്ള പോസിബിലിറ്റിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിന് ശേഷമായിരിക്കും സിയിൽ ചിലപ്പോൾ ഇവിടെ മാർക്കറ്റിൽ മുട്ടുന്നത്. നമുക്ക് നോക്കാം എന്തായാലും. കാരണം ഇവിടെ ഞാൻ പണ്ട് ഒരു 3-4 മാസം മുമ്പ് പറയുന്നൊരു ഉദാഹരണമുണ്ട്. കാരണം രണ്ടും 2 ബോട്ടുകളാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഈ മഞ്ഞ ലൈനിൻ്റെ അടുത്തേക്ക് ബോട്ട് ജെട്ടി അടുത്തിട്ടുണ്ട്. ഈ ബോട്ട് ജെട്ടിയിൽ ആൾ എന്തിനാ വെയിറ്റ് ചെയ്യണേ? ഈ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ബോട്ടിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ബോട്ട് കരക്കടുക്കണം. ഈ ബോട്ടും കരക്കടുത്ത് ഒരേപോലെ നിന്നിട്ടാണ് ഇതിലുള്ള ആളുകൾക്ക് ഇങ്ങോട്ടും ഇതിലുള്ള ആളുകൾക്ക് ഇങ്ങോട്ടും കയറാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്താണ് ബോട്ട് ജെട്ടി അല്ലെങ്കിൽ ബോട്ട് ജെട്ടിയുടെ അടുത്തത് ഒറ്റയടിക്കാണ് സാധനം എങ്ങോട്ട് വന്നത്? 298 വന്നത് കേട്ടോ. ഇവിടെ നിന്നേച്ച സാധനമാണ്, അതായത് 318 നിന്നേച്ച ആ ഒരു യെല്ലോ ലൈനാണ് ഒരു ഒറ്റയടിക്ക് 291 വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വണ്ടി ഒരു പാർക്കിംഗ് സ്പേസിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 280 തൊട്ട് 290 വരെ ഒരു 10 പോയിൻറ്റ് 10 ലോട്ടിലെടുത്താലും 5000 റുപ്പീസ്. മുട്ടൂല എന്നുള്ള ഒരു പല ഡൗട്ടും പലർക്കും ഉണ്ടാവും. പക്ഷേ മെജോറിറ്റി മുട്ടേണ്ടതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് താഴത്തോട്ട് 257 വന്നാലേ ഉള്ളൂ. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. എവിടെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ എത്രയാണ്? 278. അതാണ് ഞാൻ 280 മുതൽ 290 വരെ പറഞ്ഞത്. ഇപ്പം ഇവിടെ തന്നെ ഇങ്ങനെ താളം തല്ലി നിൽക്കണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ മറിച്ച് വേറൊരു കാര്യം സംഭവിക്കാം. ഈ 5 മിനിറ്റിൻ്റെ ക്യാൻഡലിൽ ഇനി 4 മിനിറ്റ് കൂടെ ഉണ്ട്. ഈ ക്യാൻഡലിൽ 290 മുട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഫോം ആവുമ്പോൾ ഈ യെല്ലോ ലൈൻ നേരെ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ ഒരു സഡൻ ഡംപ് താഴത്തേക്ക് വരാം. അപ്പം മുട്ടുവാണെങ്കിൽ ഈ ക്യാൻഡിലിൽ മുട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ടൈമിൽ മാർക്കറ്റ് വേറെ പല കാര്യങ്ങളും സംഭവിക്കും. അതായത് സിയിൽ 420 ബ്രേക്ക് ചെയ്ത് 463 പോകും. അപ്പോൾ അടുത്ത 2 ക്യാൻഡിൽ കഴിഞ്ഞിട്ടുള്ള എൻട്രി ബെറ്റർ ഓപ്ഷനാണ്. അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. ഒരു 278 എന്ന് പറഞ്ഞാൽ ഒരു 280 ബ്രേക്ക് ചെയ്താൽ 290 മൂവ്മെൻറ്റ് കിട്ടും. 290 10 പോയിൻറ്റ് കിട്ടും. മുട്ടുവാണെങ്കിൽ ഈ ക്യാൻഡലിൽ മുട്ടണം, അല്ലെങ്കിൽ മുട്ടാൻ ചാൻസ് കുറവാണ്. വെയിറ്റ് ചെയ്യാം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ RSI അപ്പർ സൈഡിലേക്ക് വന്നു. യെല്ലോ ലൈൻ അടുത്ത സ്റ്റെപ്പിൽ താഴത്തോട്ട് വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 278 നിൽക്കുന്നത്. ഇനിയിപ്പോൾ വലിയ അടുത്ത ഡയറക്ഷൻ എന്തായാലും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. സ്റ്റിൽ RSI അപ്പർ സൈഡ് തന്നെയാണ്. ഈ പോയിന്റിന് താഴത്തോട്ട് ഇറങ്ങിയാൽ മാത്രം മാർക്കറ്റ് 257 ഫാൾ ആവും. അതായത് 271 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് ഫാൾ ആവും. അതർവൈസ് ഇതിൻ്റെ ടാർഗറ്റ് 290 ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ RSI 5 മിനിറ്റിൽ ഡൗൺ സൈഡ് തന്നെയാണ്. ഇനി സേഫായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 395 ബ്രേക്ക് ചെയ്യണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സപ്പോർട്ട് സോൺ ഇവിടെ നിൽപ്പുണ്ട്. ഏതാ? 361 ഒരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ 71 ഒരു 5 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് എങ്കിലും ഇത് എങ്ങോട്ട് പോയി? 361 സപ്പോർട്ടാണ്. 361 സപ്പോർട്ടിൽ മാർക്കറ്റ് 290 ഓൾമോസ്റ്റ് അവിടെയും ആയി. കുറച്ചും കൂടെ ടിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, എന്തായാലും ഇവിടെ നമ്മൾ പറഞ്ഞത് ഇവിടെ ചെറിയൊരു അപ്പ് ഉണ്ടാവും. ഇത് 361 സപ്പോർട്ട് എടുക്കാൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 261 സപ്പോർട്ട് എടുത്താലും ആ 261 നമ്മൾ എൻട്രി എടുത്താലും എന്തേ അവിടെ 10 പോയിൻ്റ് ഈസി ആയിട്ട് അവിടെയും കിട്ടിയിട്ടുണ്ട്. നമ്മളെന്താ പറഞ്ഞത്? ഇത് റെഡാണ്. ഇത് മുകളിലേക്കൊന്ന് ബ്രേക്കപ്പ് ആകുമ്പോൾ ഇത് താഴത്തോട്ട് 361 സപ്പോർട്ട് എടുക്കാൻ വരുമെന്നാണ് നമ്മൾ മെൻഷൻ ചെയ്തത്.
അവിടെ ഇപ്പോൾ ഈ വന്ന് സപ്പോർട്ട് എടുത്തു. 10 ലോട്ടാണെങ്കിൽ 5 ലോട്ട് കൊടുത്തിട്ട് 2500 അവിടെ സേഫ് ആക്കിയിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റിലോ ഒരു പോയിന്റോ കയറ്റിയിട്ടാലും ഇനി വിഷയമില്ല. കാരണം ഇവിടെ യെല്ലോ ലൈൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി മിച്ചമുള്ളത് എന്താ, 462. ഇനി വീഡിയോ ഷട്ട് ഡൗൺ ചെയ്യുന്നത് ഇതിൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് വൈൻഡപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം ഈ റെഡ് ലൈൻ മുട്ടുമ്പോഴായിരിക്കും ഇനി വീഡിയോ ഓൺ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്നുള്ള റിവേഴ്സ് ത്രൂ 362 തൊട്ട് 382 വരെ ഈസി ആയിട്ടുള്ള മൂവ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എപ്പോഴാണ് ഒരു സേഫ് മൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും മാർക്കറ്റ് അടുത്ത ഡയറക്ഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ലൈൻ കുറച്ചും കൂടെ ഒന്ന് ഇറക്കി വെക്കാം. കാരണം ഇപ്പോൾ 2 ബോട്ടും ഓൾമോസ്റ്റ് അടുത്തു. RSI സ്റ്റിൽ ഇത് ക്രോസ് ഓവർ ആവുന്നവരുണ്ട്. അത് എവിടം വരെ പോകുന്നുള്ള കാര്യത്തിൽ മാത്രം ഇനി ഡൗട്ടുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇവിടെ നമ്മളിവിടെ 364 എൻട്രി എടുത്തു. അത് 385 SMA ഒരു മടക്ക് വന്നിട്ടുണ്ട്. അവിടം വരെ ചെന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടുത്തെ മടക്കിൽ റീകൺഫർമേഷൻ ആയിട്ടുണ്ട്. RSI സ്റ്റിൽ 5 മിനിറ്റിൽ അപ്പർ സൈഡിലാണ്. ഈ ഒരു 289 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 300ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ 289 അല്ലെങ്കിൽ 290 ടു 300 പോയി കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. അത് ഫൈനൽ ഡെസ്റ്റിനേഷൻ 385 ആയിരിക്കും. നമ്മൾ 15 മിനിറ്റിൽ ഒന്ന് എടുത്ത് നോക്കാം. 15 മിനിറ്റിൽ സിയിൽ 2 സ്ഥലം മേളിൽ സ്ഥലം മുട്ടാനായിട്ട് കിടപ്പുണ്ട്. 843 മുട്ടാൻ കിടപ്പുണ്ട്. ഈ സ്ട്രൈക്ക് വേറെ ആണല്ലോ. നമുക്ക് സിയിലെ സ്ട്രൈക്ക് എത്രയാണ്? അതിനാണ് 23,000 സി. നല്ല മൂവ്മെൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അത് മാത്രമേ ഉള്ളൂ. 15 മിനിറ്റ്സിൽ RSI ഓൾറെഡി 15 മിനിറ്റ്സിൽ ഡൗൺ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് സ്ട്രെയിൻ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ SMA ഇനിയും മുട്ടാനുണ്ട്. 15 മിനിറ്റിൽ ഇനിയും മുട്ടാനുണ്ട്. അപ്പോൾ പിയിൽ എന്താ അവസ്ഥ? 23,100 പി, 23,100 പി, 23,000 പി, 23,000 പി തന്നെ എടുക്കാം കേട്ടോ. കാരണം അതിൽ ആൾക്കാർ പിയിലേക്ക് ഡൈവർജൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 15 മിനിറ്റ്സിൻ്റെ ചാർട്ട് ഇട്ട് വെച്ചിട്ട് ലോങ് ഹോൾഡിങ് ചെയ്യാം. നമ്മൾ 15 മിനിറ്റ്സിൽ 290 ബ്രേക്ക് ചെയ്താൽ 295, അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ ആദ്യത്തെ ട്രിഗർ പോയിൻ്റ് 390, അത് കഴിഞ്ഞിട്ടുള്ളത് 385 റേഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. ഇവിടെ മാർക്കറ്റ് എന്താണ്ട് ഡൗണിലേക്ക് ആവുന്നുണ്ട്. RSI ഒരു പിൻബാർ 2 മിനിറ്റിൽ പക്ക സപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ പറഞ്ഞ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റേജിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് തന്നെ. 389 390 ബ്രേക്ക് ചെയ്താൽ 290 ഓൾമോസ്റ്റ് ലൈൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പിൻബാർ ലെവലിലേക്ക് ഇടിച്ചിടിച്ച് ഇറക്കുമോ, ഇത് ഇടിച്ചിടിച്ച് മേളിലോട്ട് കയറ്റുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ഇനി ആലോചിക്കാനുള്ളൂ. അതായത് 290 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഈ ഒരു 382 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമേ മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ ഈ RSIയും കൂടെ ഒന്ന് ടാലി ആവണം അടുത്തൊരു കൺസിസ്റ്റൻ്റ് മൂവിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾറെഡി ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണ്ട, ഇപ്പോൾ പ്രോഫിറ്റബിളായി. ഇനിയിപ്പോൾ ആവറേജിൻ്റെ കാര്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും.
ഉള്ളതും കൂടെ പോവും. വെയിറ്റ് ചെയ്യാം എന്തായാലും. ഇവിടെ ഒരു മടക്ക് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു ആവറേജിങ് ചെയ്യാനുള്ള പരിപാടി ആ മടക്ക് കണ്ടുകൊണ്ട് ആലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇത് ആവറേജിങ് ആണ്. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലോട്ടിൽ മൂവ് ആയി കഴിഞ്ഞാൽ ഈ ഒരു റെഡ് ലൈൻ മുട്ടുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇതിന് അടുത്ത ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യും. ഇതിൻ്റെ സെക്കൻഡ് ആവറേജിങ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 301 ആവറേജ്. അത് കഴിഞ്ഞിട്ട് ആവറേജ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിലായിരിക്കും ഇനി ആവറേജ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഈ മടക്ക് അതിനോടൊപ്പം തന്നെ ക്രോസ് ഓവർ ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇത് ഡംപാവും. അപ്പോൾ ഞാനിവിടെ ഒരു ആവറേജിങ് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു സപ്പോർട്ട് ബേസ് ആയതുകൊണ്ട് ആവറേജ് ചെയ്തിട്ടിട്ടുണ്ട്. ആവറേജ് ചെയ്യാൻ വേണ്ടി ഒരു ലോട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട്. ഇത് സ്ട്രെയിൻ ചെയ്ത് പൊക്കത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ ടോപ്പ് എഡ്ജ് അല്ലാന്നുണ്ടെങ്കിൽ റെഡ് ലൈൻ മുട്ടുന്ന സമയം വരെ ആയിരിക്കും ടാർഗറ്റ്. അല്ലെങ്കിൽ ഇത് അടുത്ത ക്രോസ് ഓവർ ആവുന്നവരെ ആയിരിക്കും നമ്മളുടെ വ്യൂ എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ്, ഇത് താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാനിനി ആവറേജ് ചെയ്യുകയാണെങ്കിൽ 301 ആവറേജ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ 246 ആവറേജ് ചെയ്യും. 2 ആവറേജിങ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് ഈ റെഡ് ലൈൻ ടച്ച് ചെയ്യുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ഈ RSI ക്രോസ് ഓവർ ആവുന്നവരെ ട്രെയിൽ ചെയ്ത് ഹോൾഡ് ചെയ്യും. ഓക്കെ, മാർക്കറ്റ് നമ്മൾ 372 402 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ട്രൈക്കിൾ ചെയ്ത് നിൽക്കുന്ന ഏരിയ വളരെ സേഫായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ ഒരു സേഫ് പൊസിഷനാണ്. നിൽക്കുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് മാർക്കറ്റ് 420 454 മാർക്കറ്റ് പോകത്തുള്ളൂ. അപ്പോൾ 32 പോയിൻ്റ് ഓൾറെഡി സേഫ് പൊസിഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അത് കുറച്ചൊക്കെ പ്രോഫിറ്റബിൾ ആണ് ഓൾമോസ്റ്റ്. മറ്റേ നമ്മൾ ആവറേജിങ്ങിൻ്റെ പൊസിഷനിൽ വേണ്ടിയിട്ട് മാത്രമാണ് അതവിടെ നിർത്തിയിരിക്കുന്നത്. അതർവൈസ് ഉള്ള എൻട്രീസ് 372 404 ഈസി എക്സിറ്റ് ചെയ്ത് സേഫായിട്ട് നിൽക്കുകയാണ്. ഇത് ആവറേജിങ്ങിന് വേണ്ടി അവിടെ ഇട്ടേക്കുന്ന ഒരു സ്ട്രൈക്കാണ്. ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ക്യാൻഡിൽ, അതായത് 404 മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബിഗായിട്ടുള്ളൊരു മൂവ്, ആ മൂവ് 420 453 റേഞ്ചിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ബിഗ് മൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. RSI സ്റ്റിൽ അപ്പർ സൈഡിലാണ്, സ്റ്റിൽ അത് ഹോൾഡിംഗ് ആണ്. ഓൾമോസ്റ്റ് 420 എന്ന് പറയുമ്പോൾ 419 ഒരു ടിപ്പാണ്, റിവേഴ്സൽ ടിപ്പാണ്. ഓൾമോസ്റ്റ് 420 വരെ ഒരു റിവേഴ്സൽ ടിപ്പാണ്. അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 452 മാർക്കറ്റ് പോകുന്നത്. 415 ഒരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. 415 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് അഡീഷണൽ 452 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ RSI സ്റ്റിൽ ഒരു പാത്ത് വേയിലാണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നല്ല രീതിയിൽ മാർക്കറ്റ് പറക്കും. സേഫ് സോണാണ് 415. ഈ 431 വളരെ സേഫായിട്ടുള്ളൊരു ഏരിയ ആണ്. 415 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. നമ്മൾ രാവിലെ തൊട്ട് ഒരു ഏരിയ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ത്രൂ ഔട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. 431 എൻ്റെ ഒരു ഡ്രീം ഏരിയ ആണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും കറങ്ങിത്തിരിഞ്ഞൊക്കെ വരും എന്ന് നമ്മൾ രാവിലെ ഓൾമോസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ മാർക്കറ്റ് വരുന്നുണ്ട്. എൻ്റെ ഒരു ട്രിഗർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 431 ആണ്. RSI ഇവിടെ ഒരു റീക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ട്രിഗർ പ്രൈസ് ഇട്ട് വെക്കാം. 431 എന്നുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇട്ട് വെക്കാം. സെൽ ലിമിറ്റ്
455 നേരെ കൊണ്ടുവന്ന് ഇവിടെ വെക്കാം. അവിടെ കിടക്കട്ടെ. മൂവ് ചെയ്യുന്നുണ്ട്. 431 ആണ് സേഫായിട്ടുള്ളൊരു ഏരിയ. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 451 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. 431 നമ്മൾ രാവിലെ തൊട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. സെക്കൻഡ് ടാർഗറ്റ്. അപ്പോൾ ഈ 431 വളരെ സേഫായിട്ടുള്ളൊരു പ്ലേസാണ്. 431 റിജക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ 431 ഞാൻ എക്സിറ്റ് ആവാനുള്ള പരിപാടിയാണ്. SL 425, 427, 431 ഈസ് ദ സേഫസ്റ്റ് ഏരിയ. 5 പോയിന്റ്. പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ഒരു ടിപ്പിലാണ് മാർക്കറ്റ് പിടിച്ചു നിൽക്കുന്നത്. അതാണ് റിവേഴ്സ് ആയത്. അതായത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡലിൻ്റെ ടിപ്പിലാണ് 427 ഇടിച്ചു നിൽക്കുന്നത്. ആ 427 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡലിൻ്റെ ടിപ്പിലാണ് 427 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ലൈൻ ഞാൻ മാറ്റിയിടാം. അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രേക്ക് ആവില്ല, അവിടെ നിന്ന് റിജക്ഷൻ ആവും. ഇവിടെ RSIയുടെ ഒരു മടക്ക് വരുന്നുണ്ട്. 431 വളരെ സേഫായിട്ടുള്ളൊരു ഏരിയ ആണ്. 431 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. ഫോർ 430 സേഫ് ഏരിയ ആണ്. 430 ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ അപ്പർ സൈഡിലേക്ക് പോകും. 431 ഞാൻ എക്സിറ്റ് ആണ്. ഫോർ 25 സപ്പോർട്ട് ഏരിയ ആണ്. 430 ബ്രേക്ക് ചെയ്താൽ 447 വരെ മാർക്കറ്റ് പോകും. ഓക്കെ, ഞാനിനി അവിടെ അധികം സ്ട്രഗിൾ ചെയ്യുന്നില്ല. അപ്പോൾ ഈ 431 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഇനി സെക്കൻഡ് 451 പോകത്തുള്ളൂ. അപ്പോൾ 1:44 മാർക്കറ്റ് മേളിലോട്ട് പോകണമെങ്കിൽ പോട്ടെ. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോണ്ടാക്റ്റ് ചെയ്യാം. 431 ആണ് മേജറായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. 431 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും? അയ്യോ, സെക്കൻഡ് ടാർഗറ്റ് ട്രിഗേർഡ്.
നമ്മുടെ ആ ഒരു 431 ഈ പ്രൈസ് നിൽക്കുന്നുണ്ട്. ഈ 431 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 432 ഓൾറെഡി റീച്ച്ഡ് ആണ്. ഇവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഫൈനൽ ടാർഗറ്റ് ആയിട്ടുള്ള എങ്ങോട്ട് പോകും? 450യിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ഓക്കെ, $447 കൺസോൾട്ടേഷൻ സോണാണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള മൂവ്. Now it's a safe area. $45, $436, $437, 450 സേഫ് ഏരിയ. 436 ഇവിടെ ഒരു മടക്ക് വരുന്നുണ്ട്. $438, $447, 447 is the safe area. അപ്പോൾ മാർക്കറ്റ് ഇനി ഏത് ഭാഗത്ത് വേണമെങ്കിലും പോക്കട്ടെ. മാർക്കറ്റ് 148 ആയിട്ടുണ്ട് സമയം. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് മൂവ് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. എ ലോങ് റൈഡ്. ഫൈനലി നിയർ ടാർഗറ്റ്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ, ഞാനിവിടെ ഒരു വ്യക്തിയോടും ലൈവിലുണ്ടായിരുന്നവരോട് നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് വിൽക്കൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ കൃത്യമായിട്ട് മാർക്കറ്റ് എവിടം വരെ പോകാം, എവിടം വരെ പോകാനുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് റൂമിലേക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി എല്ലാവർക്കും നല്ലൊരു ലോങ് ഡ്രൈവ് നമ്മൾ എവിടെ എൻട്രി എടുക്കണം, എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഈ ഒരു ഫുൾ വീഡിയോ. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എനിവേ നമ്മളുടേതായിട്ടുള്ള പരിപാടി ഓൾറെഡി വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. എനിവേ ഓൾ ദി ബെസ്റ്റ്.